നമ്മൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ പടപ്പുകളാണ്. നമ്മളെക്കാൾ ഉന്നതമായ വേറൊരു പടപ്പ് അള്ളാഹു സൃഷ്ടിച്ചിട്ടേയില്ല. മലക്കുകൾ നമുക്കറിയാം. മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് അള്ളാഹു പറയുന്നത്. അവർ അള്ളാഹുവിൻ്റെ ഒരു വിധിവിലക്കുകൾക്കും എതിര് നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തിനും അവർ എതിര് പ്രവർത്തിക്കുക. എന്തൊക്കെ കൽപ്പിക്കപ്പെട്ടുവോ അതെല്ലാം അങ്ങനെ തന്നെ പാലിക്കുന്നവരാണ് മലക്കുകൾ. മനുഷ്യരാകുന്ന നമ്മൾ പക്ഷേ പലപ്പോഴും തെറ്റ് ചെയ്യുന്നവരാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അള്ളാഹു കൽപ്പിച്ച പലതും നമ്മൾ ഉപേക്ഷിക്കുന്നവരാണ്. അള്ളാഹു വിരോധിച്ചത് ചെയ്തുകൊണ്ടിരിക്കാൻ എപ്പോഴും പ്രേരണയുള്ളവരാണ്. എന്നിട്ടും നമ്മൾ മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ്. എന്തുകൊണ്ട്? തെറ്റ് ചെയ്യാൻ കഴിയാത്ത മലക്കുകളെ പോലെയല്ല മനുഷ്യർ. അവർക്ക് തെറ്റിനോടുള്ള താല്പര്യവും സാഹചര്യവും പ്രേരണയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ തെറ്റിനോടുള്ള താല്പര്യത്തെ അതിജയിച്ച് പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവർക്ക് അള്ളാഹു നിത്യമായ സന്തോഷം പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഇത്തരം സംഗമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെയും നോമ്പെടുക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഒരു മനുഷ്യൻ അള്ളാഹു ബുദ്ധി നൽകി, വിവേകം നൽകി, അവന് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തെ പാകപ്പെടുത്തി കൊടുത്തു. മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ ആസകലം സൃഷ്ടിച്ചത് എന്ന് പടച്ച റബ്ബ് ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാകുകയും ചെയ്യും. മറ്റു ജീവികൾക്കൊക്കെ അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഏതാനും ചില വസ്തുക്കളെ അവർ സ്വീകരിക്കാറുള്ളൂ. നല്ല ആഭരണം ഒരു കൊട്ടയിൽ നിറച്ചു വെച്ചാലും ആടോ പശുവോ പ്രാവോ കോഴിയോ ഒന്നും അതെടുത്ത് ഉപയോഗിക്കില്ല. കാരണം ഈ ആഭരണങ്ങൾ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല. എന്തിനധികം ഒരു സംയുക്തമായ ഭക്ഷണം പോലും മനുഷ്യരല്ലാത്ത മറ്റൊരു ജന്തു ജീവജാലവും ഉപയോഗിക്കുന്നേയില്ല. സംയുക്തമായൊരു ഭക്ഷണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഒരു മേശ നിറയെ ഭക്ഷണം തയ്യാറാക്കാറുണ്ട്. നേരെ മറിച്ച് ഇതുവരെയും മറ്റൊരു ജന്തുവർഗം സംയുക്തമായൊരു ഭക്ഷണം പോലും തയ്യാറാക്കിയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ആടിനെയും പശുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. അവറ്റകൾക്ക് ലഭ്യമായ പുല്ലോ വൈക്കോലോ ഒക്കെ തിന്നും എന്നല്ലാതെ അതിനോടൊപ്പം ഒരു ചമ്മന്തിയോ ഒരു കറിയോ ഒരു ഉപ്പേരിയോ ഒന്നും കൂട്ടാൻ അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനുള്ള ബുദ്ധിയും പക്വതയും അവർക്കില്ല. മറ്റ് ജീവജാലങ്ങളൊക്കെ അള്ളാഹു അനുവദിച്ച സമയം ജീവിച്ചു പോകുന്നു. അതിനാവശ്യമായ രീതിയിൽ അവർ ഭക്ഷണം കഴിക്കുന്നു. അവരുടെ വംശം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ അവർ ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടും. ഏതോ ഒരു സന്ദർഭത്തിൽ ഈ ഭൂമിയിൽ നിന്ന് അവർ ചത്തുപോവുകയും ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ഈ നൈസർഗികമായ ചോദനകൾക്കനുസരിച്ചുള്ള പ്രവർത്തനമല്ലാതെ ബുദ്ധി ഉപയോഗപ്പെടുത്തി ചിന്താശേഷി ഉപയോഗപ്പെടുത്തി ഒരു പുരോഗതിയിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയും അവരിൽ നിന്നുണ്ടായിട്ടേയില്ല. ഒരു മൃഗവും ഒരു പക്ഷിയും ഒരു ജന്തുവും വാഹനം ഉപയോഗിക്കാറില്ല, ഡ്രസ്സ് ധരിക്കാറില്ല, ഔഷധം ഉപയോഗപ്പെടുത്താറേയില്ല. അവരുടെ വീട് നിർമ്മിക്കാൻ അള്ളാഹു തോന്നിപ്പിച്ച ആ നൈസർഗികമായ രീതിക്കപ്പുറം ഒരു പുരോഗതിയും അവരുടെ വീട് നിർമ്മാണത്തിൽ പോലും സംഭവിക്കാറില്ല. കാക്ക വീട് വെക്കുന്നത് നമുക്കറിയാം. കുറെ ചുള്ളിക്കമ്പൊക്കെ കൂട്ടി അത് മരച്ചില്ലയിൽ പിടിപ്പിച്ച് അതങ്ങനെ ഒരു കൂട് രൂപപ്പെടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് പോലും ലോകത്തുള്ള ഒരു ജീവിയാണ് കാക്ക. പരിശുദ്ധ ഖുർആനിൽ കാക്കയെ കുറിച്ച് ആദം നബിയുടെ മക്കളുടെ ആ ഒരു കൊലപാതക സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അന്ന് മനുഷ്യ സൃഷ്ടിയുടെ കാലത്ത് പോലും ഉള്ള ആ ഒരു ജന്തുവിന് ഇതുവരെയും അതിന്റെ കൂട് നിർമ്മാണത്തിൽ ഒരു ചെറിയ പുരോഗതിയും വന്നില്ല. മകളുടെ കല്യാണം ഉണ്ട്, നമുക്കൊരു അറ നിർമ്മിക്കാന്ന് ഒരു കാക്കയും വിചാരിച്ചില്ല. നല്ല മഴ വരുന്നുണ്ട്, ഇതുപോലെ ഒരു ഷീറ്റോ കടലാസോ പേപ്പറോ പ്ലാസ്റ്റിക്കോ
എന്തെങ്കിലും കൊത്തിയെടുത്ത് മുകളിലേക്ക് പറന്ന് അതിന്റെ കൂടിന്റെ മുകളിൽ വെച്ച് മഴ കൊള്ളാതിരിക്കാൻ ഒരു റൂഫ് സൃഷ്ടിക്കാമെന്ന് ഒരു കാക്കയും ഇതുവരെ വിചാരിച്ചില്ല. നന്നായിട്ട് മഴ കൊള്ളുമ്പോൾ അതങ്ങനെ നിൽക്കും. മഴ കഴിഞ്ഞാൽ അതൊക്കെ ഈ തുള്ളികളൊക്കെ ഇങ്ങനെ കുടഞ്ഞു തെറിപ്പിക്കാൻ ശ്രമിക്കാം. അതിനപ്പുറം മഴ കൊള്ളാതിരിക്കാനുള്ള ഒരു പ്രതിരോധ പ്രവർത്തനവും കാക്കയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേയില്ല. ഇതാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദീനീ പ്രബോധനവുമായി ഫറോവയുടെ മുന്നിലെത്തുമ്പോൾ, ആരാണ് താങ്കൾ പഠിപ്പിക്കുന്ന റബ്ബ് എന്ന് ഫറോവ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മൻ റബ്ബുക്കുമായ മൂസ, ആരാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന റബ്ബ്? ആ സമയത്ത് റബ്ബ് തആലയെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നത് റബ്ബിന്റെ ഏതെങ്കിലും ഒരു നിർവചനം പറഞ്ഞിട്ടല്ല. നമ്മുടെയൊക്കെ കേരളത്തിൽ പല ബിദ്അത്തുകാരുടെ സ്റ്റേജിലെയും അള്ളാഹുവിന്റെ അവയവങ്ങളെ കുറിച്ച് ചർച്ച നടക്കാറുണ്ട്. അള്ളാഹുവിന് കൈയുണ്ടോ, കാലുണ്ടോ, ഊരയുണ്ടോ, മറ്റേതൊക്കെ ഭാഗങ്ങൾ അള്ളാഹുവിനുണ്ട്? അള്ളാഹുവിന് രണ്ട് കൈയുണ്ടെങ്കിൽ രണ്ടും ഇടതുവശത്താണോ വലതുവശത്താണോ, അതോ ഒന്ന് ഇടതുവശത്തും ഒന്ന് വലതുവശത്തുമാണോ? ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവർ തകൃതിയായി നടത്താറുണ്ട്. പടച്ച റബ്ബിന്റെ ദീനിൽ അങ്ങനെയുള്ള ഒരു ചർച്ചക്ക് പോലും അനുമതിയില്ല. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരൊക്കെ പഠിപ്പിക്കുന്ന മോഡലിൽ രണ്ട് കൈയും വലതുവശത്തൊക്കെ ഉള്ള ഒരു തമ്പുരാനായി അള്ളാഹുവിനെ മൂസാ നബി പഠിപ്പിച്ചു. ആരാണ് അങ്ങ് പരിചയപ്പെടുത്തുന്ന റബ്ബ് എന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുമ്പോൾ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബിയും അള്ളാഹുവിന് നൽകുന്ന മറുപടി സൂറത്തു ത്വാഹയുടെ 50 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് ഞങ്ങളുടെ റബ്ബ്? ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന തമ്പുരാൻ ആരാണ്? അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതവനാണ്. സുമ്മ ഹദാ, പിന്നെ അവയ്ക്ക് ആവശ്യമായ നൈസർഗികമായ ചോദനകളും പ്രചോദനങ്ങളും നൽകുന്നതും ഞങ്ങളുടെ റബ്ബാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ വീണാൽ നീന്തിക്കേറേണ്ടത് എങ്ങനെയെന്ന് താറാവിൻ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കാൻ യാതൊരുവിധ സംവിധാനങ്ങളും ആവശ്യമില്ലാതെ വരുന്നത്. അത് നീന്തി കയറിക്കോളിരിക്കും. അതുകൊണ്ടാണ് ആട്ടിൻ കുഞ്ഞിന് ജനിച്ചു വീണ് നിമിഷങ്ങൾ കൊണ്ട് അതിന്റെ മാതാവിന്റെ സ്തനം കണ്ടുപിടിക്കാനും പാല് കുടിക്കാനും കഴിയുന്നത്. മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യന് പടച്ച റബ്ബ് ചിന്ത നൽകുന്നു, ബുദ്ധി നൽകുന്നു, വിവേകം നൽകുന്നു. കുറെ ചെറിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് പൊതുവായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ശേഷി നൽകുന്നു. അങ്ങനെയാണ് ഈ കണ്ട പുരോഗതികളിലേക്കെല്ലാം നമ്മൾ എത്തിച്ചേർന്നത്. അങ്ങനെയാണ് ആവിയന്ത്രത്തിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് വീടിന്റെ വിഷയത്തിലും ഡ്രസ്സിന്റെ വിഷയത്തിലും നമ്മൾ ബന്ധപ്പെടുന്ന എല്ലായിടങ്ങളിലും വളരെയേറെ ഔന്നത്യത്തിലേക്കും ശ്രേഷ്ഠതയിലേക്കും പുരോഗതിയിലേക്കും നമുക്ക് വരാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഏതാനും കാലം ജീവിച്ച് നൈസർഗികമായ ചോദനകൾക്കനുസരിച്ച് എപ്പോഴോ മരണപ്പെട്ടു പോകുന്ന മറ്റ് ജീവികളെ പോലെയല്ല മനുഷ്യൻ. അവരോട് മാത്രമാണ് കൽപ്പനകളുള്ളത്. അവരെക്കുറിച്ച് ദഅവത്ത് നടത്താനാണ് പ്രവാചകന്മാർ വരുന്നത്. അവർക്കാണ് നിയമം ബാധകമാകുന്നത്. കാട്ടിലൊരു നിയമമല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ കഥപുസ്തകത്തിൽ പഠിക്കുന്നുണ്ടാവും, സിംഹരാജാവാണ്, കുറുക്കൻ മന്ത്രിയാണെന്നൊക്കെ. അത് സിംഹത്തെയും കുറുക്കനെയും നമ്മുടെ രീതിയിലേക്ക് വെച്ച് നമ്മൾ കഥ രചിച്ചത് കൊണ്ടാണ് യഥാർത്ഥ ലോകത്ത് കാട്ടിൽ സിംഹത്തിന് അറിയില്ല അത് രാജാവാണെന്നുള്ളത്. ഒരിക്കൽ പോലും കുറുക്കൻ അറിയില്ല അത് മന്ത്രിയാണെന്ന്, കടുവക്ക് അറിയില്ല അത് പോലീസാണ്. അവിടെ കോടതികളില്ല, നിയമങ്ങളില്ല, നിയമ സംവിധാനങ്ങളില്ല, നിയമപാലകരില്ല. എന്നാലും കാട്ടിന്റെ താളം കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കും. മനുഷ്യലോകത്തെ കുറിച്ച് ആലോചിച്ചു. ഇവിടെ എങ്ങാനും നിയമങ്ങളില്ലെങ്കിൽ, ട്രാഫിക്കിന് നിയമങ്ങളില്ലെങ്കിൽ ഒരാൾക്ക് പോലും വാഹനം ഓടിച്ച് 1 കിലോമീറ്റർ ദൂരേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. നാട് മൊത്തം ബ്ലോക്കായിട്ടുണ്ട്. ഓരോ നിയമവും നമ്മളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ മനുഷ്യന് ജീവിതം ദുസ്സഹമാകും.
കേരളത്തിൽ ഒരു സർവ്വ സ്വേച്ഛാധിപതി വന്ന് ഒരാഴ്ച ഇനി ഒരു നിയമവും നടപ്പിലാക്കൂല, കോടതിയും പട്ടാളവും പ്രവർത്തിക്കില്ല, പോലീസ് അറസ്റ്റ് ചെയ്യലാണെങ്ങാനും കൽപ്പന പുറപ്പെടുവിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നമ്മുടെ കേരളം ഈ ഭൂപടത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ സർവ്വ സൂപ്പർ മാർക്കറ്റുകളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക സ്ത്രീകളും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നിയമം എന്ന് പറയുന്ന നിയന്ത്രണം സർവ മനുഷ്യർക്കും ബാധകമാക്കിയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സർവ സ്വാതന്ത്ര്യത്തോടും മനുഷ്യന് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. എന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് മനുഷ്യന് പറയാൻ പറ്റില്ല. മതത്തിന്റെ കാര്യങ്ങളെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം, അങ്ങോട്ട് നമുക്ക് വരാം. ഭൗതികമായി ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്നൊരു മനുഷ്യന് പറയാൻ പറ്റും. എന്റെ സ്വന്തം കാർ, ഞാൻ ടാക്സ് അടച്ച കാർ, യാതൊരു ബാധ്യതയും ഇല്ലാത്ത കാർ, ഒരു ക്യാമറ പോലും അടിച്ചിട്ട് 500 രൂപ കൊടുക്കാൻ പോലും ഇല്ലാത്ത വിധം നിയമങ്ങളെല്ലാം പാലിച്ച എന്റെ കാർ. പക്ഷേ ഇടതുവശം ചേർത്തല്ലാതെ വലതുവശത്തൂടെ ഓടിക്കാൻ എനിക്ക് അവകാശമില്ല. വലതുവശം ചേർത്ത് ഓടിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ. ഒരിക്കൽ പോലും എനിക്ക് വലതുവശത്തേക്ക് എന്റെ വാഹനത്തെ മാറ്റാൻ കഴിയില്ല. ആരെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടും, നിയമം അവന്റെ മേലിൽ നടപ്പാക്കും. ആ ഹൈവേയിൽ മൊത്തം അപകടങ്ങളാവും. എന്തുകൊണ്ടാ? എന്റെ കാറല്ലേ? അതെ. എല്ലാ ടാക്സും അടച്ച റോഡല്ലേ? അതെ. ഒരു ബാധ്യതയും ഒരു ഇടപാടും ഒരു ഫൈനും എന്റെ കാറിനില്ല, ഒക്കെ റെഡി. പക്ഷെ നിയമം പാലിക്കാൻ ഓരോരുത്തരും നിർബന്ധിതനാണ്. ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ തോന്നും, പരിശുദ്ധ ഇസ്ലാമിലായതുകൊണ്ടാണ് അത് കുഴപ്പം ഇത് കുഴപ്പം, അത് പാടില്ല ഇത് പാടില്ല. ഏതെങ്കിലും ഒരു സിനിമക്കാരനെ പോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ അനുകരണം പാടില്ല, ഏതോ സിനിമാ നടി ധരിക്കുന്നത് പോലെയുള്ള ഡ്രസ്സ് എനിക്ക് ധരിച്ചുകൂടാ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൂടാ. എന്താണ് കൂട്ടുകാരോടൊപ്പമൊക്കെ ചേർന്ന് ഒരിത്തിരി ഏതെങ്കിലും ഒരു വിശേഷ അവസരങ്ങളിൽ കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത്? പല ജാതി ചോദ്യങ്ങളാണ്. ഒരു പെണ്ണ് സ്വന്തമായി എങ്ങോട്ടെങ്കിലും ടൂർ പോയിട്ടുണ്ടെങ്കിൽ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. പൊളിഞ്ഞു വീഴുമോ? ആകാശത്തിനൊന്നും പറ്റാറില്ല. ആകാശം ഏത് സന്ദർഭത്തിലും എസ്കേപ്പ് ആവും, ഒന്നും പറ്റില്ല. പക്ഷേ ഈ ഇറങ്ങിപ്പോകുന്ന പലർക്കും പലതും സംഭവിക്കുന്നു. ഇറങ്ങിപ്പോകുന്ന പലർക്കും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കുന്നവർക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്തിൽ പോയാലും അവരവരുടേതായ നിയമങ്ങൾ പാലിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ നിർമ്മിച്ച നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും കൃത്യമായി ടാക്സ് അടക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു നിയമം മനുഷ്യന് മാത്രം ബാധകമാവേണ്ടത്? മനുഷ്യന് ചിന്താശേഷിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ പിന്നെയും 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 കുതന്ത്രങ്ങൾ ആലോചിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ നന്നായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്ന് കരുതും, ചില ആളുകൾ ബിസിനസ് തുടങ്ങണമെന്ന് കരുതും, മറ്റു ചില തിരുടന്മാർ നല്ല സമ്പന്നന്മാരുടെ വീട് കുത്തി തുറന്ന് മൊത്തം കൈക്കലാക്കാമെന്ന് കരുതും. മറ്റു ചില ചെറുപ്പക്കാർ അവർക്ക് നിത്യമായി ഉപയോഗിക്കേണ്ട മയക്കുമരുന്നിനൊക്കെ വേണ്ടി കാശ് കളക്ട് ചെയ്യാൻ റോട്ടിലൂടെ പോകുന്ന സ്ത്രീജനങ്ങളുടെ കഴുത്തും കാതും ഒക്കെ ബൈക്കിൽ പോയി പൊട്ടിച്ചോടും. പണം ഉണ്ടാക്കാനുള്ള വിവിധ മാർഗങ്ങളാണ്. കുറെ ആളുകൾ ലോട്ടറി അടിക്കും, വേറെ കുറെ ആളുകൾ അവരുടെ വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തി വലിയ പലിശയും നൽകിയിട്ട് പണം വാങ്ങിച്ചുകൊണ്ടുവരും. നോക്കുങ്ങള്, പണം വേണമെന്ന നിശ്ചയത്തിൽ പലരും പല രീതികൾ സ്വീകരിക്കുന്നു. ഇത് മൊത്തം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ആദ്യം പറഞ്ഞ അധ്വാനിക്കുന്നവൻ, പിന്നീട് പറഞ്ഞ ബിസിനസ്സുകാരൻ, പല ആളുകളും കൃഷി നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
ഇത്തരം ആളുകളുടെ പണം സ്വരൂപിക്കാനുള്ള മാർഗം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ പിന്നീട് പറഞ്ഞതോ കൊള്ള നടത്തൽ, സ്ത്രീകളുടെ ആഭരണങ്ങൾ പിടിച്ചുപറിക്കൽ, ആചാര്യയുടെ റബ്ബർ തോട്ടത്തിൽ പോയിട്ട് ഉണക്കി വെച്ച ഷീറ്റുകളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകൽ, ഇതൊക്കെ പണം സ്വരൂപിക്കാനുള്ള മാർഗങ്ങളാണ്. പക്ഷെ അതൊരിക്കലും മനുഷ്യന് സമ്മതിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും യുവതികളോടും ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. തീവ്രമായൊരു ലക്ഷ്യം നേടാനുള്ള അധ്വാനത്തിലാണ് നമ്മൾ. ഈ പ്രപഞ്ചം അതിനു വേണ്ടിയാണ് റബ്ബ് തആല സൃഷ്ടിച്ചതും സംവിധാനിച്ചു തന്നതും. മനുഷ്യന് ജീവിക്കാൻ പറ്റും വിധം ഈ പ്രപഞ്ചത്തെ അള്ളാഹു യോഗ്യമാക്കി തന്നു. നമ്മുടെ തൊട്ടടുത്ത് വേറെ എത്ര ഗ്രഹങ്ങളുണ്ട്? ഇതിനേക്കാൾ എത്രയോ വിശാലതയുള്ള ജൂപ്പിറ്ററിനെ പോലെയുള്ള വ്യാഴത്തെ പോലുള്ള എത്ര ഗ്രഹങ്ങളുണ്ട്, എത്ര നക്ഷത്രങ്ങളുണ്ട്. അവയിലൊന്നും ജീവിതം സാധ്യമേ അല്ല. നമ്മുടെ ഈ ഭൂമിയെക്കാളും ഗ്രാവിറ്റി ഉണ്ട് വ്യാഴത്തിന്, ജൂപ്പിറ്ററിന്. ഇതിനേക്കാൾ വലിയ വ്യാസമുണ്ട് ആ സാധനത്തിന്. അത് ഭൂമിയുടെ ഏകദേശം അടുത്തായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബ് ഭൂമിക്കൊരു കാവൽക്കാരനെ പോലെ ജൂപ്പിറ്ററിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് വലിയ പിണ്ടമുണ്ട്, ഭൂമിയേക്കാൾ നിരവധി ഇരട്ടി വലുപ്പമുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് വരാനുള്ള ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളംഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ഇതൊക്കെ ഭൂമിയിൽ പതിച്ച് നിരവധിയായ അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അതിലേറെ ഗ്രാവിറ്റിയുള്ള വലിയൊരു സാധനത്തെ ഭൂമിയുടെ അടുത്ത് കാവൽക്കാരനെ പോലെ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് വരുന്ന ഇത്തരം വസ്തുക്കളെല്ലാം അതിശക്തമായ ആകർഷണം കൊണ്ട് വ്യാഴം അതിന്റെ പ്രതലത്തിലേക്ക് ഇടിച്ചു വീഴ്ത്തുന്നു. ഭൂമി രക്ഷപ്പെടുന്നു. ഇത്രമേൽ ഭൂമിക്ക് സഹായം ചെയ്യുന്ന വ്യാഴത്തിൽ പക്ഷേ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ഭൂമി തന്നെയും നിലവിലുള്ളതിനേക്കാൾ കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലൂടെ വളരെ സുഗമമായി നടക്കാൻ സാധ്യമല്ലാതെ വരും. നമ്മുടെ കാലിനെ അത് വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു മാഗ്നറ്റിൽ നിന്ന്, ഒരു കാന്തത്തിൽ നിന്ന് വല്ല ഇരുമ്പും മുട്ടിപ്പിടിച്ചത് അടർത്തി മാറ്റുമ്പോൾ നമുക്ക് എത്ര പ്രയാസം ഉണ്ടാകും. അപ്രകാരം നമ്മുടെ കാല് ഭൂമിയിൽ നിന്ന് പൊക്കാനുള്ള പ്രയാസം നമ്മൾ അനുഭവപ്പെടും. പന്തളി നടക്കില്ല. ഓട്ടമത്സരത്തിൽ ഉസൈൻ ബോൾട്ട് പോലും ഒരു 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ പോയിട്ട് 10 മണിക്കൂർ കൊണ്ട് 1 മീറ്ററിലേക്ക് എത്താൻ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് ഭൂമിയെ റബ്ബ് തആല മനുഷ്യന് വേണ്ടി പാകപ്പെടുത്തിയെന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നത്. നിലവിലുള്ളതിനേക്കാൾ ഭൂമിക്ക് പിണ്ഡം, വ്യാസം കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോകും. ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല. നിലത്ത് കാലൂന്നാൻ കഴിയില്ല. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് പള്ളിയിലേക്ക് കയറി പുറത്തു വരുമ്പോഴേക്ക് ചെരുപ്പ് പാറിപ്പോയിട്ടുണ്ടാകും. നമുക്ക് ഹൗദിൽ വെള്ളം ശേഖരിക്കാൻ കഴിയില്ല. നമുക്ക് ഗ്ലാസ്സിലൊടിച്ച് വെള്ളം കുടിക്കാൻ പറ്റൂല. ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴേക്ക് ആ ഗ്യാസിലെ വെള്ളം ഇങ്ങനെ മേലേക്ക് പോയിട്ടുണ്ടാകും. ഈ സുനിത വില്യംസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവരൊക്കെ ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് 4000 കിലോമീറ്റർ മാത്രം ദൂരെ, ഭൂമിയിൽ നിന്ന് 4000 കിലോമീറ്റർ മാത്രം ദൂരെ, 3 ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല, 4000 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പ്രത്യേക സംവിധാനത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? പാറിയോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ബെൽറ്റിട്ട് മുറുക്കി വെച്ചാലേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അവരെങ്ങനെയാ വെള്ളം കുടിക്കുന്നത്? ഗ്ലാസ്സിൽ ഒഴിച്ച് സന്തോഷത്ത് കുടിക്കാൻ കഴിയും? ഇല്ല. നമ്മുടെ പിള്ളേരൊക്കെ സിപ്പപ്പ് തിന്നുന്നത് പോലെ വായയിലേക്ക് വെള്ളത്തിന്റെ ചെറിയ കവർ വെച്ച് വായക്കകത്ത് വെച്ച് അതിന്റെ മൂല കടിച്ചു ഉടച്ച് ആ ഗ്യാപ്പിലൂടെ അവർ വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, നേരെ കുടിക്കാൻ പറ്റൂല. ഭൂമിയിൽ നിന്ന് അങ്ങ് അകലെ പോയിട്ടൊന്നുമില്ല. സൂര്യന്റെ അവിടെ എത്തിയില്ല, ചന്ദ്രന്റെ അവിടെ എത്തിയില്ല. കേവലം 4000 കിലോമീറ്റർ മാത്രം. ഈ 4000 കിലോമീറ്റർ എത്തുമ്പോഴേക്ക് മനുഷ്യന് ഒരു നിലയ്ക്കും ഒരു രീതിയിലും വെള്ളം കുടിക്കാൻ പോലും സാധിക്കാത്ത പരിമിതിയിലേക്ക് എത്തിച്ചേരുന്നു. എന്തുകൊണ്ട്? അവിടെ ആകർഷണമില്ല എന്നുള്ളതാണ്. ഭൂമിയെ കൃത്യമായ രീതിയിൽ റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു. നിലവിലുള്ളതിനേക്കാൾ വ്യാസവും പിണ്ഡവും കൂടിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും.
നിലവിലുള്ളതിനേക്കാൾ വ്യാസവും പിണ്ഡവും കുറഞ്ഞു പോയാലോ നമ്മൾ പാറിക്കളിക്കും. മറ്റ് ഏത് ഗ്രഹങ്ങളിൽ പോയാലും ഉപഗ്രഹങ്ങളിൽ പോയാലും ഇതിൽ രണ്ടൊരവസ്ഥയുണ്ടാകും. ഈ ഭൂമിയെ റബ്ബ് തആല നമുക്ക് വേണ്ടി പാകപ്പെടുത്തി തന്നു. ഇനി വെള്ളത്തിന്റെ കാര്യം എടുക്കാം. അള്ളാഹു സുലഭമായി വെള്ളമിറക്കുന്നു. ഖുർആനിൽ പലയിടങ്ങളിൽ അത് കാണുന്നുണ്ട്. നമ്മൾ ഏതാനും വർഷം മഴ പെയ്യാതെ അള്ളാഹു പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നകളിപ്പും തീർന്നു പോകും, നമ്മുടെ എല്ലാ അഹങ്കാരവും തീരും. വളരെ വിനീതരായി നമ്മൾ മാറും. ആരോഗ്യപരമായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ധാരാളം ആളുകളുടെ കിഡ്നി നഷ്ടപ്പെടും. നേരെ മറിച്ച് ധാരാളമായി അള്ളാഹു വെള്ളം ഇറക്കിയാലോ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയും വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ വാക്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധമായ വെള്ളം പടച്ച റബ്ബ് ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ശുദ്ധമായ വെള്ളം ആര് കൊണ്ടുവന്ന് തരുമെന്ന് റബ്ബ് ചോദിക്കുന്നത്. സൂറത്തുൽ മുൽക്ക് ഓതി കഴിയുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പ്രത്യേകം ചൊല്ലൽ സുന്നത്തുണ്ട്. എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് നമ്മൾ അള്ളാഹുവിന്റെ സർവ്വ കഴിവുകളും അംഗീകരിച്ചുകൊണ്ട് ഉത്തരം പറയാം. അള്ളാഹുവിന്റെ സർവാതിശായത്വത്തിനു മുമ്പിൽ നമ്മൾ വിനീത വിധിയരവലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവുമാകുന്ന റബ്ബ് മാത്രം. ഖുർആനിൽ പലയിടങ്ങളിൽ സമാനമായ ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പകൽ അള്ളാഹു നിത്യമായി നിലനിർത്തിയാൽ സർമദൻ ആര് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവന്നു തരും? നിത്യമായി പകലായുള്ള അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. 6, 7, 8 മണിക്കൂർ കഠിനമായ ജോലി ചെയ്യുമ്പോൾ പിറ്റേ ദിവസവും ജോലിയിലേക്ക് പോകാൻ നമ്മളെ പാകപ്പെടുത്തുന്നത് ഈ രാത്രിയുടെ ശാന്തതയിലുള്ള വിശ്രമമാണ്. ആടിയാണ് വരിക. ടൗണിലൊക്കെ പോർട്ടർമാരായി നിൽക്കുന്നവരുണ്ടാവും. പലപ്പോഴും രാത്രി കോഴിക്കോട് ടൗണിൽ ബസ്സും ട്രെയിനും ഒക്കെ ഇറങ്ങുന്ന ഒരാളാണ്. ആ സമയത്ത് കാണാം വിയർത്തൊഴുകിക്കൊണ്ട്, നന്നായിട്ട് തണുക്കുന്ന രാത്രിയിലും വിയർത്തൊഴുകിക്കൊണ്ട് 50 കിലോയുടെ ലോഡും വഹിച്ച് ബസ്സിൽ നിന്ന് ബസ്സിലേക്ക് ഓടുന്ന കുറെ സാധു മനുഷ്യർ. തളർന്നവരുടെ വീട്ടിലേക്ക് അവർ ചെല്ലുമ്പോ ഒന്ന് കുളിച്ച് നിസ്കാരമൊക്കെ നടത്തി ഭക്ഷണം കഴിച്ച് ബെഡ്റൂമിലെത്തി ഒരു 4-5 മണിക്കൂർ സുഖസുന്ദരമായി ഉറങ്ങിക്കഴിയുമ്പോഴേക്ക് അവരുടെ ക്ഷീണം തീർന്നു. വീണ്ടും പ്രതീക്ഷയുടെ ലോകത്തേക്ക് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് രാത്രിയുടെ ഗുണം. ഇന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് രാത്രിയെ കൈകാര്യം ചെയ്യുന്നത്. സംസാരിക്കേണ്ടതുണ്ട്, സമയം കുറവാണ്. നേരം വെളുക്കോളം ഉറക്കൊഴിക്കലാണ് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ്. വിദേശ രാജ്യങ്ങളിൽ ഏതായാലും അങ്ങനെ ഭക്ഷണം കഴിക്കാനാകുമ്പോഴേക്ക് ഒരു 11-12 മണിയായിട്ടുണ്ടാവും. എന്നിട്ട് വളരെ ഹാർഡായ ഫുഡെല്ലാം അടിച്ച് കയറ്റിയിട്ട് പിന്നെയും 1 മണി 2 മണിയായിട്ടാണ് ഉറക്ക് വരുന്നത്. കേരളക്കാർക്ക് വലിയ രീതിയിലുള്ള വിവിധങ്ങളായ രോഗങ്ങൾ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണതാണ് നേരത്തെ ഭക്ഷണം കഴിക്കണം. അങ്ങനെയാണ് നിയമം. രാത്രി പരമാവധി ക്വാണ്ടിറ്റി കുറക്കണം, ക്വാളിറ്റി മാത്രം നോക്കിയാൽ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറി മൂല്യം എത്രയാണെന്നുള്ളത് നോക്കണം. ഒരു സമൂസയിൽ 250 കലോറി ഉണ്ട്. ഒരു പൊറാട്ടയിൽ 500. ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു പൊറാട്ടയും ഒരു സമൂസവും മതി ദിവസവും. അതിലേറെ കയറുമ്പോഴാണ് അത് ഗ്ലൂക്കോസായി മാറുന്നത്. നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്നത് അരി വിഭവങ്ങളാണ്. അരിയിലാകട്ടെ ഗോതമ്പിലാകട്ടെ തുല്യമായ രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതാണ് ഗ്ലൂക്കോസായി മാറുന്നത്, അന്നജം. ഈ കാർബോഹൈഡ്രേറ്റ് വയറിലെത്തിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്താൽ അതിന് ഗ്ലൂക്കോസ് ആവാനേ കഴിയൂ, വേറൊന്നിനും പറ്റൂല. വിവിധ ഇടങ്ങളിൽ അത് തടിച്ചു കൂടും. പിന്നീട് വിവിധങ്ങളായ രോഗങ്ങളിലേക്ക് പതിയെ പോകും. അന്തരാവയവങ്ങൾ കേടുവന്നുകൊണ്ടേയിരിക്കും. രാത്രി വളരെ വൈകി ഹാർഡായ ഫുഡ് അടിച്ചു കയറ്റി നമ്മൾ നേരം വെളുത്ത് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമുക്ക് യാതൊരുവിധ സന്തോഷവും തോന്നൂല. പിന്നെയും ഉറങ്ങണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? രാത്രി മനസ്സറിഞ്ഞ് ഉറക്കം ലഭിച്ചില്ല.
നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കണ്ണടച്ച് അന്തം വിട്ട് കിടന്നിട്ടും നമ്മുടെ ശരീരത്തിന്റെ അന്തർഭാഗങ്ങൾ കഠിനമായ അധ്വാനത്തിലായിരുന്നു. നമ്മൾ കഴിച്ച ഭക്ഷണം ഒന്നിട്ട് ദഹിപ്പിക്കാൻ ഒരു നല്ല ഗ്രൈൻഡറിന്റെ പല്ല് പോലുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ വയറിലില്ല. നേരെ മറിച്ച് കുടലുകളുടെ ചലനം കൊണ്ട് വൻകുടലിന്റെയും ചെറുകുടലുകളുടെയും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള സംവിധാനം കൊണ്ട് അതിലൂടെ പതിയെ 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 കയറി ഇറങ്ങി ഇങ്ങനെ പോരുന്നത് കൊണ്ട് പ്രത്യേകമായൊരു പ്രഷർ നമ്മുടെ വൻകുടലും ചെറുകുടലൊക്കെ നൽകുന്നത് കൊണ്ട് ദഹിച്ചുകൊണ്ട് പോരുന്നതാണ്. അതല്ലാതെ എന്ത് ഹാർഡും എത്ര അടിച്ചു കയറ്റിയാൽ പോലും ദഹിച്ചു കിട്ടുന്നും കരുതിയിട്ട് റാഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് രാത്രിയുടെ പ്രത്യേകതകളാണ്. രാത്രിയെ വിശ്രമത്തിനു വേണ്ടി റബ്ബ് തീരുമാനിച്ചു എന്ന് ഖുർആൻ പറയുന്നു. നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. പ്രത്യേകമായ കല്യാണം, വഴുതു പോലത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ഉറക്കൊഴിക്കേണ്ടി വരും. പക്ഷെ പതിവ് രീതി ഇതാവാൻ പാടില്ല. പടച്ച റബ്ബ് ചോദിക്കുകയാണ്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള പകലിനെ അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ പാകപ്പെടുന്ന രാത്രിയെ ആര് കൊണ്ടുവന്നു തരും? നോർവേയുടെ തലസ്ഥാനമാകുന്ന ഓസ്ലോയെ കുറിച്ച് അറിയുന്നവരുണ്ടാവും. ഏകദേശം 6 മാസം പകലായിരിക്കും, 6 മാസം ഇരുട്ടുമായിരിക്കും. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? 24 മണിക്കൂറുള്ള വാച്ച് ഉപയോഗപ്പെടുത്തും. എന്നിട്ട് അവർ രാത്രിയായിട്ടുണ്ടെന്ന് സങ്കല്പിക്കും, ടൈം നോക്കിയിട്ട്. എന്നിട്ട് അവർ കടന്നുറങ്ങാൻ ശ്രമിക്കും. നമ്മുടെ നാട്ടിലെ പോലെ വിശാലമായ വാതിലുകളും ജനലുകളും ഉണ്ടാവില്ല. വളരെ ചെറിയ ജനലുകളായിരിക്കും. ആ ജനലിൽ അവർ കമ്പിളിയൊക്കെ നിറച്ചിട്ട് ഇരുട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കും. അങ്ങനെ കടന്നുറങ്ങണം. ആ നാട്ടുകാർക്ക് റബ്ബ് തആല അങ്ങനെയാണ് സംവിധാനിക്കുന്നത്. നമ്മുടെ നാടുകളിൽ ഈ ഒരു ശൈലിക്ക് അപ്പുറം മറ്റൊന്ന് വന്നാൽ മഞ്ഞുറഞ്ഞു പോകും. പല സമയത്തും നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ചൂടിന്റെ കാഠിന്യം കൊണ്ട് നമ്മുടെ ജീവിതം വഴിമുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിച്ച് ചോദിക്കുന്നുണ്ട്, രാത്രിയെ അല്ലാഹു അങ്ങനെ തന്നെ നിലനിർത്തി എങ്കിൽ നിങ്ങൾക്ക് പകൽ പ്രകാശം സൂര്യനെ ആര് കൊണ്ടുവന്നു തരും? അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവശക്തനും പ്രതാപിയുമാകുന്ന റബ്ബ് മാത്രം. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി വളരെ സില്ലിയായിട്ട് കിട്ടിയതാണ്. വാപ്പയുടെ വകയായി നമുക്ക് സ്ഥലം കിട്ടി. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അധ്വാനിച്ച് വീട് വെച്ചു. ഞാൻ തിരക്കടില്ല എന്ന് ഓരോരുത്തർക്കും തോന്നി. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ ലംഘിച്ചു കൊണ്ടേയിരുന്നു. കാരണം നമുക്ക് ബാധ്യതകളൊന്നുമില്ല, ഇതെന്റെ അധ്വാനം കൊണ്ട് കിട്ടിയതാണ്. പലപ്പോഴും പല ചെറുപ്പക്കാരുടെയും ഉള്ളിൽ അതാണ് തോന്നൽ. അതുകൊണ്ടാണ് ദീനിന് വിരുദ്ധമായി നടക്കാൻ അവർക്ക് കഴിയുന്നത്. പല ചെറുപ്പക്കാരികളും ഈ വിശുദ്ധമായ വേദിയിൽ മഹാനായ വലിയന്റെ സാന്നിധ്യത്തിൽ വിശദീകരിക്കാൻ പറ്റാത്ത അത്ര വൃത്തികേടുകളിലൂടെ ജീവിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വ്യാപകമായിട്ട് കടന്നുപോല്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യന്റെ പ്രത്യേകത, അവൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിലേക്കാണ് ഞാൻ പോകുന്നത്. ധാരാളം ഇതിന്റെ വൈഡായിട്ട് പറയാനുണ്ട് എനിക്ക്. ഇതെല്ലാം നമ്മുടേതാണെന്ന നെകളിപ്പുകൊണ്ടും അഹങ്കാരം കൊണ്ടുമാണ് നമ്മൾ റബ്ബിനെ നിഷേധിച്ച് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെള്ളത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, റബ്ബ് താഴെ ഇറക്കി തരണം. നമുക്ക് എന്താ വെള്ളത്തിന്റെ ശാസ്ത്രനാമം എന്നറിയാം. ചെറിയ കുട്ടികൾ പീരിയോഡിക്കൽ ടേബിൾ പഠിക്കുന്ന കാലം മുതൽ അവർക്കറിയാം ജലം എന്ന് പറഞ്ഞാൽ H2O ആണെന്ന്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ ജനഘടക രൂപപ്പെടും. അതന്നെ വല്ലാത്തൊരു കുതിരത്താണ്. ഓക്സിജൻ തീ കത്താൻ സഹായിക്കുന്ന ഘടകമാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ തീ കത്തൂല. അതുകൊണ്ടാണ് ഗ്യാസ് സിലിണ്ടറിനൊക്കെ തീ പിടിച്ചാൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു പുതപ്പ് ചുറ്റിയിട്ട് ഇങ്ങോട്ട് മൂടി പിടിച്ചാൽ മതി, അത് കെടും. നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിന് മുകളിൽ ഒരു പാത്രം കമത്തി വെച്ചാൽ അത് കെടും. അടുക്കളയിലേക്ക് വേണ്ട വിധം ഏറ് വരുന്നില്ലെങ്കിൽ അടുപ്പിൽ തീ പിടിച്ചാൽ ഒരിക്കലും കത്തിക്കിട്ടൂല. അമ്മമാരൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അശ്രദ്ധ കൊണ്ടോ മറ്റോ, ലീക്ക് ഉണ്ടായത് കൊണ്ടോ മറ്റോ, അതല്ലെങ്കിൽ ആ ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ചെറിയൊരു വാഷർ അതിനെന്തെങ്കിലും പരിക്ക് പറ്റിയത് കൊണ്ടോ ഒക്കെ ഗ്യാസ് ലീക്കാകാൻ സാധ്യത.
അടുത്തെവിടെങ്കിലും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിപ്പിടിക്കാനും സാധ്യതയുണ്ട്. കണ്ടങ്ങനെ നിന്നിട്ട് ബേജാറാവല്ല വേണ്ട. അത്യാവശ്യം കട്ടിയുള്ള ഒരു ചാക്കോ പുതപ്പൊക്കെ കൊണ്ടുവരണം. സാധിക്കുമെങ്കിൽ അത് ഇത്തിരി നനക്കുകയും വേണം. എന്നിട്ട് ആ ഗ്യാസ് സിലിണ്ടറിനെ ചുറ്റിക്കെട്ടിയിട്ട് അമർത്തി പിടിച്ചാൽ മതി. അപ്പോഴേ കെടും. എന്തുകൊണ്ട് കെടും? ഈ പുതപ്പ് കൊണ്ട് മൂടുമ്പോൾ തീന് കത്തിപ്പിടിക്കാൻ ഓക്സിജൻ ഇല്ലാതെ വരും. പിന്നെ കെടില്ലാതെ മാറും. വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ മണ്ണെടുത്തെറിഞ്ഞിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് പറഞ്ഞു. തീ കത്തിപ്പിടിക്കാൻ വളരെയേറെ സഹായം ചെയ്യുന്നതാണ് ഓക്സിജൻ. ഹൈഡ്രജൻ ആണെങ്കിലോ സ്വയം കത്തുന്ന സാധനം. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ കത്താൻ ഒരിക്കലും സമ്മതിക്കാത്ത ജലം രൂപപ്പെടും. സ്വയം കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടി ചേർന്നാൽ ഒരിക്കലും തീനെ സഹായിക്കാത്ത, തീനെ കെടുത്തിക്കളയുന്ന ജലം രൂപപ്പെടുന്നു. ഈ വൈരുദ്ധ്യം ആരാണ് സൃഷ്ടിക്കുന്നത്? ഈ വൈരുദ്ധ്യത്തിലുള്ള താളാത്മകത എത്ര മനോഹരം! എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ച് നോക്കുക. ഈ വെള്ളം നമുക്ക് സുലഭമായി നിർമ്മിക്കാൻ അവിടുന്ന് പറ്റും. ഇവിടെ നിറച്ച ഹൈഡ്രജനുണ്ട്, നിറച്ച ഓക്സിജനുണ്ട്. നമ്മൾ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. 2 ബക്കറ്റ് നിറയെ ഹൈഡ്രജനും 1 ബക്കറ്റ് നിറച്ച ഓക്സിജനും എടുത്ത് കലക്കിയിട്ട് 3 ബക്കറ്റ് വെള്ളം നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. സാധിക്കും. കോടികൾ ചെലവഴിച്ചാൽ 4 തുള്ളി വെള്ളം ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യന്റെ വിശാലമായ ആവശ്യങ്ങൾക്ക് അതൊരിക്കലും സഹായകമല്ല. കുളിക്കാൻ പറ്റൂല, വണ്ടി കഴുകാൻ പറ്റൂല. കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം നിർമ്മിച്ചാൽ പടച്ച റബ്ബ് നമുക്ക് ഇറക്കി തരുന്നു. അതുകൊണ്ട് നമ്മൾ സുലഭമായി ഉപയോഗപ്പെടുത്തുന്നു. നെക്സ്റ്റ് വേൾഡ് വാർ ഫോർ വാട്ടർ അല്ലേ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. അടുത്ത ലോകയുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും. നന്നായിട്ട് ശ്രദ്ധിച്ച് ചെലവഴിക്കണം. ഉമ്മമാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, ഒരു ചെറിയ സ്പൂണ് കഴുകുകയായിരിക്കും, ഫുൾ വോളിയത്തിൽ ഇങ്ങനെ ടാപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ദീനീപരമായി ഹറാമാണിത്. പള്ളിയിലൊക്കെ ഒന്നെടുക്കണ സമയത്ത് ടാപ്പ് തുറന്നു വെച്ചിട്ടോ കപ്പ് മുക്കിക്കൊണ്ടോ നമ്മൾ ഇങ്ങനെ വർത്താനം പറയും. യാന്ത്രികമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ലോകയുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെ പ്രവചനം. വെള്ളമില്ലാത്തൊരവസ്ഥയെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അള്ളാഹു നൽകിയ പ്രധാനപ്പെട്ട ഒരു നിഅമത്ത്. നമ്മുടെ ഓക്സിജനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. വെള്ളത്തിന് നമ്മൾ കുഴിച്ചെടുക്കുക എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിക്ക് മാസാന്തം കാശ് കൊടുക്കുക എന്നുള്ള രീതിയിലോ നമുക്ക് ചെറിയൊരു സ്വാധീനം ഉണ്ടെന്ന് പറയാം. ഓക്സിജന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ജനിച്ച 1-ാം നിമിഷം മുതൽ അതിന്റെ മുന്നേയും പെട്ടെന്ന് സർജറി നടത്തണം എന്ന് പറയും ഡോക്ടർ. എന്തേ കാര്യം? പ്ലാസന്റ് അടഞ്ഞിട്ട് കുട്ടിക്ക് ഓക്സിജൻ കിട്ടണില്ല എന്ന് പറയും. 10 മിനിറ്റ് കൊണ്ട് പരിപാടി നടന്നില്ലെങ്കിൽ കുട്ടി മരിച്ചു. ജനിക്കണീന്റെ മുന്നേയും നമുക്ക് ഓക്സിജൻ വേണം. ഉമ്മയുടെ രക്തത്തിൽ നിന്ന് പൊക്കിൾക്കൊടി വഴി നമ്മൾ ഓരോരുത്തരും അത് 9 മാസവും 10 ദിവസവും 280 ദിവസം വലിച്ചെടുത്തിട്ടുണ്ട്. ജനിച്ച നിമിഷം മുതൽ ഓക്സിജന്റെ എല്ലാ തടസ്സവും മാറിക്കിട്ടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ഓക്സിജൻ ഒന്ന് വിലട്ട് നോക്കിയിട്ടുണ്ട്. വെറുതെ എങ്ങനെയാവണം നമ്മുടെ ജീവിതം എന്ന് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. നരകത്തിലേക്ക് ഇടാൻ വേണ്ടിയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ വരുമ്പോ ചില ചെറുപ്പക്കാരെ കണ്ടപ്പോൾ നമുക്ക് നരകത്തിലിടാത്തൊരു പ്രസംഗം നടത്താൻ വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണും. എന്നാലും അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിനെ പറ്റി ബോധം വേണം. നമ്മൾ ഇതുവരെയും ശ്വസിച്ച വായുവിനെ കുറിച്ച്, ഓക്സിജനെ കുറിച്ച് നമ്മളൊരു വിലട്ട് നോക്കിയിട്ടുണ്ടോ? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. ഇതിന്റെ കാരണമൊന്നും ഞാൻ വിശാലമായി ചർച്ച ചെയ്യുന്നില്ല. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കും, അതാണൊന്ന്. രണ്ടാമത്തേതായി കർഷകർ പഞ്ചാബിലും ഹരിയാനയിലും കൃഷി കഴിഞ്ഞിട്ട് അവരുടെ ഭൂമി നന്നാക്കാൻ വേസ്റ്റുകൾക്ക് തീ വീഴും. അത് ദിവസങ്ങളോളം പുകഞ്ഞു നിൽക്കും. എല്ലാം ഡൽഹിയിൽ പോയി അടിഞ്ഞുകൂടും. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള സാധാരണ ഓക്സിജൻ ശ്വസിക്കുന്നത് ആരോഗ്യപരമായി വലിയ പ്രയാസം. സാധാരണ എല്ലാവരും ഇത് ശ്വസിച്ച് നടക്കും. എന്നാൽ ആ സീസണിൽ ചെറിയ ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ കിട്ടും.
ഡൽഹിയിൽ സൂപ്പർ മാർക്കറ്റിലും മറ്റും. 1 മണിക്കൂർ അത് ഉപയോഗിക്കാം. 1 മണിക്കൂർ ശുദ്ധവായു അതുകൊണ്ട് ശ്വസിക്കാൻ പറ്റും. ഇക്കഴിഞ്ഞ ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണ കാലത്ത് 1 മണിക്കൂർ ഉപയോഗിക്കാനുള്ള ഓക്സിജൻ സിലിണ്ടറിന് 3000 രൂപയായിരുന്നു വില. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, നമുക്കൊക്കെ അറിയാം. 24 × 3000 എത്രയായിരിക്കും എന്ന് ഊഹിച്ചിട്ടുണ്ടോ? 72,000 രൂപ. ഒരു ദിവസം ഓക്സിജന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവഴിക്കേണ്ട സംഖ്യയാണ് 72,000. ഒരു മാസം നമ്മൾ എത്രമേൽ അധ്വാനിച്ചാലും ഓക്സിജന് കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ട് ഒരു ദിവസത്തെ ഓക്സിജൻ പോലും ശ്വസിക്കാൻ നമുക്ക് പറ്റൂലായിരുന്നു. ബാക്കി ദിവസങ്ങൾ എന്ത് ചെയ്യും? മരിക്കാൻ പറ്റും. പടച്ച റബ്ബ് സുലഭമായി നൽകുന്നില്ലെങ്കിൽ ഒരാൾക്കും തടയാൻ കഴിയാതെ വെള്ളം തടയാൻ പറ്റും. ഒരാൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വെള്ളം തടയാൻ കഴിയും. നമ്മുടെ വീട്ടിലേക്കുള്ള ഓക്സിജൻ തടയാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. എല്ലാവർക്കും എവിടെ വെച്ചും ലഭിക്കണമെന്ന രീതിയിൽ റബ്ബ് തആല സുതാര്യമായി പടച്ചുവിട്ട ആ ഒരു അനുഗ്രഹമില്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാവരും പടഞ്ഞു മരണപ്പെടും. നമ്മളെല്ലാവരും പടഞ്ഞു മരണപ്പെടും. 72,000 × 30 വെറുതെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊന്ന് കൂട്ടി നോക്കും. ഒരു വർഷം നമ്മൾ എടുക്കുന്ന, ഒരു മാസം നമ്മൾ എടുക്കുന്ന ഓക്സിജന്റെ വില 72 × 30. ആ ഭീമമായ സംഖ്യയെ ഒരു 12 കൊണ്ടൊന്ന് കുടിക്കുക, ഒരു വർഷത്തെ ചെലവ്. എന്നിട്ട് നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചു? 30 കൊല്ലം, 25 കൊല്ലം, 40 കൊല്ലം. ആ 40, 25, 30 കൊണ്ടൊന്ന് ആ സംഖ്യയെ ഗുണിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ എത്രമേൽ അധ്വാനിച്ചാലും നേടിയെടുക്കാൻ പറ്റാത്ത ഭീമമായ കോടികളുടെ കണക്ക് വരും. ഇത് ഓക്സിജന്റെ മാത്രം കാര്യം പറഞ്ഞത്, ബാക്കിയുള്ളതൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇത്രമേൽ നിഅമത്ത് നൽകി ജീവിതം സാധ്യമാക്കി ജീവിത വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ ഭൂമിയെ പാകപ്പെടുത്തി ചിന്തിക്കാനുള്ള ശേഷി നൽകി, ബുദ്ധി നൽകി, വിവേകം നൽകി, പുരോഗതി പ്രാപിക്കാനുള്ള എല്ലാവിധ പക്വതയും നൽകി മനുഷ്യനെ പറഞ്ഞയച്ചിട്ട് പടച്ച റബ്ബ് അവനൊരു നിയന്ത്രണം വെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുറെ രാഷ്ട്രങ്ങളുണ്ട്. അവിടെയുള്ള ഭരണാധികാരികൾക്ക് ദൈവത്തെക്കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചോ യാതൊരു ചിന്തയില്ല. പക്ഷെ അവര് പോലും അവരുടെ നാട്ടിൽ കർക്കശമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൽറ്റി ചൈനയിലാണെന്ന് നമ്മൾ അറിയണം. 1999 കണക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെന്നും അവിടുത്തെ കണക്ക് യഥാവിധി പുറത്തു വരൂല. അന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്ത മൊത്തം കൊലശിക്ഷയുടെ ഇരട്ടി ഉണ്ടായിരുന്നു ആ രാജ്യത്തിൽ മാത്രം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ഒരു വർഷം പ്രതികൾക്ക് നൽകിയ വധശിക്ഷ എത്രയുണ്ടോ അതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ മാത്രം. ദൈവത്തെ അവർ അംഗീകരിക്കണില്ല, മതത്തെയും ധാർമ്മിക ശീലുകളെയും അവർക്ക് താല്പര്യമേ ഇല്ല. പക്ഷെ അവിടെയും അതികർക്കശമായ നിയമങ്ങളും. അപ്പോഴേ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലും നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേറെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ വന്നാൽ ആ നിയമങ്ങളെ മനോഹരമായി ലംഘിക്കാൻ അവന് സാധിക്കും. നമ്മുടെ കേരളത്തിൽ ആന്റണി ഭരിക്കുന്ന കാലത്ത് ചാരായം നിരോധിച്ചിരുന്നു. പോലീസ് ആട്ടിപ്പിടിച്ചിരുന്നു. ആ സമയത്ത് മാഹിപ്പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് പോലീസിനെ നോക്കി ചിരിച്ചിങ്ങനെ കൈയൊക്കെ കാണിച്ച് മാഹിപ്പാലത്തിന്റെ പകുതിക്ക് ഇപ്പുറം വന്ന് നന്നായിട്ട് ചാരായം അടിച്ച് പോലീസിന്റെ മുന്നിലൂടെ അങ്ങനെ ചിരിച്ചു പോകുന്ന കുറെ കുടിയന്മാരുണ്ടായിരുന്നു. പോലീസിനൊന്നും ചെയ്യാൻ പറ്റൂല. കാര്യം അവരിത് കഴിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമാകുന്ന മാഹിപ്പാലത്തിന്റെ പകുതി കേന്ദ്രഭരണത്തിൽ. നോക്കുങ്ങൾ, ചാരായം നിരോധിക്കാൻ നാട്ടിലെ ഒരു ഭരണാധികാരി ശ്രമിക്കുമ്പോ അതിലേറെ ബുദ്ധി കാണിച്ച് ആ നിയമത്തെ മനോഹരമായി ലംഘിക്കുന്നു മറ്റു മനുഷ്യർ.
ഇത് ലോകത്ത് മൊത്തം കണ്ടുവരും. ഇപ്പൊ പലയിടങ്ങളിലും ക്യാമറ വെച്ചു, ഹെൽമെറ്റ് ഇല്ലാത്തവരൊക്കെ പിടിക്കാൻ വേണ്ടി. ആ ക്യാമറ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തത്? അതിന്റെ കുറെ ഇപ്പുറത്തു കൂടി പുതിയ റോഡ് ഉണ്ടാക്കിയിട്ട് ഇവരങ്ങനെ ഉഷാറ് പോകും. ക്യാമറ അവിടെ അങ്ങനെ നിൽക്കുകയും ചെയ്യും. ക്യാമറ അവിടെ തന്നെ നിൽക്കും. വേറെ കുറെ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ കടയിൽ ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഒരു കോമൺ ആയ, അവിടുന്ന് അത് എടുക്കും, അതങ്ങനെ വെക്കും. ഒരു പോലീസ് ഓഫീസർ തന്നെ പറയണ്ട, ഹെൽമെറ്റ് ഇങ്ങനെ ആട്. അപ്പൊ അയാൾ കൈയാട്ടി നോക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള പരിപ്പൊന്നുമില്ല, വെറും ഒരു ചട്ടി മാത്രമേ ഉള്ളൂ. ഇതവരുടെ താൽക്കാലിക സംവിധാനം. അത് കൊണ്ടുവന്ന് ഇപ്പുറത്തെ കടയിൽ വെക്കും. പിന്നെ അങ്ങോട്ട് പോകണോ അതെടുക്കും, ഓൻ അപ്പുറത്തെ കടയിലും വെക്കും. നോക്കുങ്ങള്, ഹെൽമെറ്റ് ഇടാതെ വന്നാൽ 500 രൂപ പിഴ വാങ്ങുമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതിനെ വളരെ കലാപരമായി ബൈക്ക് യാത്രികൻ ലംഘിച്ചു. ഇതാണ് മനുഷ്യന്റെ നിയമങ്ങളുടെ പ്രത്യേകത. എന്നാൽ പടച്ച റബ്ബ് പറയുന്നു, മനുഷ്യനെ പടച്ചവൻ പറയുന്നു, മനുഷ്യനെ എന്ന യന്ത്രം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ മനുഷ്യനായ യന്ത്രത്തെ ഉപയോഗപ്പെടുത്താനുള്ള രീതി പറയുന്ന ഒരു യന്ത്രം മേടിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇലക്ട്രോണിക് സാധനം മേടിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറോ വാഹനമോ മേടിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കമ്പനി നിശ്ചയിച്ച മാനുവൽ ഉണ്ടാകും, ചെറിയ പുസ്തകം. മനുഷ്യനാകുന്ന മഹത്തായ വാഹനം, യന്ത്രം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനുള്ള കമ്പനിയുടെ മാനുവലാണ് പരിശുദ്ധ. അതനുസരിച്ചാവണം നമ്മുടെ ശരീരത്തെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. പുതിയ കാലത്ത് വലിയ പ്രയാസങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങും പ്രശ്നം, എവിടെയും പ്രയാസങ്ങൾ. മോനെ ബാക്കിന്ന് കൊടുത്തോ, ബാക്കിന്ന് കൊടുത്തു. എവിടെയും പ്രയാസങ്ങൾ. ഈ ഒരു ചുളിവിലാണ് പലരും ഞങ്ങൾക്ക് മതം താല്പര്യമില്ല എന്ന് പറയണത്, ഞങ്ങൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ആവശ്യമില്ലെന്ന് പറയണത്. അള്ളാഹുവും റസൂലും മതവും മാത്രമല്ല, അവരിതുവരെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയ പിതാവും മാതാവും, അവരെ പഠിപ്പിച്ച ഉസ്താദുമാരും ടീച്ചർമാരും, ഒരാളും അവരെ ഒരു നിലക്കും നിയന്ത്രിക്കരുതെന്ന് പറയണത്. ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുന്നു പറയുന്നത്, സർവതന്ത്ര സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ മതം പറയുന്നു അത് പാടില്ല എന്ന്. മനുഷ്യൻ കരുതിയതുപോലെ യന്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ പാടില്ലെന്ന്. നേരെ മറിച്ച് ആ യന്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ച കുറച്ച് രീതികളുണ്ട്, നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. കുറച്ച് ചിട്ടകളുണ്ട്, കുറച്ച് ബാധ്യതകളുണ്ട്, അതൊക്കെ പാലിക്കണം. എന്റെ ശരീരം എന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്ന ഓരോരുത്തർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊരിക്കലും പറ്റൂല. എന്തുകൊണ്ട്? ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ അവനല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞ കാറിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മളൊരു കാറ് മേടിച്ചുകൊണ്ട് ഫുൾ കാശൊക്കെ കൊടുത്തു, ഒരിടപാടില്ല, ഇടപാടുകളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കാറിലെത്തിയപ്പോ ആ റേഡിയേറ്ററിൽ ഒരു പ്രത്യേകമായ ഫ്ലൂയിഡ് ഒഴിക്കാറുണ്ട്. ഇപ്പോ പണ്ടൊക്കെ പച്ചവെള്ളം ഒഴിച്ചു. നമ്മളിങ്ങനെ ആലോചിച്ചു, എന്തിനാ 15 കാശ് ചെലവാക്കുന്നത്? നമ്മുടെ വീട്ടിൽ നല്ല പഴകിയ കഞ്ഞിവെള്ളമുണ്ട്, കൊഴുത്ത ദ്രാവകം, അതൊഴിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ വാഹനം പിന്നെ മുന്നോട്ടെടുക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? കമ്പനി നിശ്ചയിച്ചതായ പ്രത്യേക ദ്രാവകമാണ് റേഡിയേറ്ററിൽ ഒഴിക്കേണ്ടത്. ഈ മനുഷ്യനെ പടച്ച കമ്പനിയിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ വായയിലൂടെ എന്തൊക്കെ പോവണം, എന്തൊക്കെ കുടിക്കണം, എന്തൊക്കെ തിന്നണം, എന്തൊക്കെ പാടില്ലെന്ന് നമ്മളെ പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാലിക്കുമ്പോഴേ ശരീരം യഥാവിധി ഉപയോഗപ്രദമാവുള്ളൂ. ഏത് കാര്യം എടുത്ത് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ കാറിൽ ഡീസൽ അടിക്കേണ്ട കാറാണ്, നമുക്ക് തോന്നി എന്തിന് ഡീസൽ, ഞാൻ പെട്രോൾ അടിക്കും. അല്ലെങ്കിൽ വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട്, അത് ഒഴിക്കും. അതല്ലെങ്കിൽ തെങ്ങ് ധാരാളം ഉണ്ട്, വെളിച്ചെണ്ണയും മാട്ടിക്കൊണ്ടുവന്ന ഫ്രഷ് സാധനം നിരവധി ലിറ്ററുകളുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വണ്ടിയിൽ പെട്രോളിന് പകരം വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരാൾ തീരുമാനിച്ച വണ്ടിയുടെ ഉപയോഗം എങ്ങനെയാണെന്ന് മാനുവലിലുണ്ട്. നമ്മൾ വായിച്ചാലും പഠിച്ചില്ലെങ്കിലും ഏത്
സാധനം ഞെക്കിയാലാണ് വണ്ടി മുന്നോട്ട് പോവുക എന്നതിനുണ്ട്. മുന്നിൽ പെട്ടെന്നൊരാള് പ്രത്യക്ഷപ്പെടുന്നു, വണ്ടി നിർത്തണമെന്ന് നമുക്ക് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ ഏത് പെടൽ ആഞ്ഞു ചവിട്ടണമെന്ന് മാനുവലിലുണ്ട്. നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്ത് എന്താണ് ചവിട്ടേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ചെറുപ്പക്കാരൻ ഒരു വാഹനം മേടിച്ചു. അവൻ അതിലിങ്ങനെ വളരെ സ്പീഡിൽ, ഒരു 90-100 സ്പീഡിൽ ഇങ്ങനെ പറന്നു പോവാണ്. നേരെ ഓപ്പോസിറ്റിൽ നിന്നൊരു ഭാരത് ബെൻസ് നിറയെ ലോഡും വഹിച്ചു കൊണ്ടുവരുന്നു. അവരും അത്യാവശ്യ സ്പീഡിലാണ്. ഇവന്റെ കാറും ഭാരത് ബെൻസും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടാൻ നിൽക്കുന്നു വളവിൽ അത്യാവശ്യ സ്പീഡിൽ. ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ആലോചിക്കുകയാണ്. കമ്പനി പറയുന്നത് സെൻട്രലിലുള്ള പെടല് ചവിട്ടണം എന്നാണ്, അതാണ് ബ്രേക്ക്. അപ്പോഴേ വണ്ടി നിൽക്കുക എന്നാണ്. എന്തിനാ അയാൾ പറഞ്ഞ ഞാൻ സ്വീകരിക്കണം? എന്റെ വാഹനം, എന്റെ റോഡ്, എന്റെ തീരുമാനം. ഒരിക്കലും ആ കമ്പനിക്ക് ഞാൻ നിന്നൊടുക്കൂല. അവന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കൂല. ഞാൻ എന്ത് ചെയ്യും? ആ സൈഡിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടുമെന്നൊരുത്തൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള ഞാൻ പറയേണ്ടതില്ല. പിന്നെന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഈ വേദിയിൽ വിശദീകരിക്കേണ്ടതില്ല. ഇതേ പ്രകാരമാണ് പടച്ച റബ്ബ് ഈ മനുഷ്യനാവുന്ന വാഹനം, യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ട് അതിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോ, ഒരു ഉദാഹരണം പറയാം. പടച്ച റബ്ബ് പറഞ്ഞു മദ്യം മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് സത്യത്തിലൊരു വാഹനമാണ് കേട്ടോ. യഥാർത്ഥ ഞാൻ ഈ കാണുന്നതല്ലെന്ന് നമ്മൾ ഉറക്കണം. യഥാർത്ഥ നിങ്ങളാരും ഈ കാണുന്ന ഭൗതികമായ ശരീരമല്ല. സുഖല്ലാതെ വളരെ വയ്യാണ്ട് കിടക്കുന്ന നമ്മുടെ വാപ്പയെ കുറിച്ച് നമ്മൾ എന്താ പറയാ? വാപ്പാ തന്നെ അല്ലേ? വാപ്പാനെ കുളിപ്പിക്കണ്ടേ, വാപ്പാനെ ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ, വാപ്പാന്റെ ഡ്രസ്സ് മേടിക്കണ്ടേ, വാങ്ങണ്ടേ, മാറ്റണ്ടേ, ഒക്കെ നമ്മൾ വാപ്പാ വാപ്പ എന്നാണ് പറയാ. ഒരിത്തിരി ജീവനെ കാണും, തീരെ വയ്യാണ്ട് കിടക്കുകയാണ് മൂപ്പരാൾ, എന്നാലും വാപ്പ എന്നാ പറയാ. ആ ജീവനും കൂടെ അങ്ങോട്ട് പോയി എന്ന് സങ്കല്പിക്കുക, അതോടുകൂടെ പ്രയോഗം മാറുന്നു. പിന്നെ വാപ്പല്ല, വാപ്പാന്റെ മയ്യത്തായി മാറുന്നു. പിന്നെ ആരെങ്കിലും വാപ്പാനെ കുളിപ്പിക്കുക എപ്പോഴാന്ന് ചോദിക്കും. ഇല്ല, വാപ്പാന്റെ മയ്യത്ത് എപ്പോഴാ കുളിപ്പിക്കുക എന്നാണ്. വാപ്പാൻ എപ്പോഴാ എടുക്കുക എന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല, വാപ്പാന്റെ മയ്യത്ത് എപ്പോഴാ എടുക്കുക. വാപ്പാന്റെ മേൽ എപ്പോഴാ നിസ്കരിക്കുക? വാപ്പാന്റെ മയ്യത്ത് നിസ്കാരം എപ്പോഴാന്നാണ്. മകൻ തന്നെ എഴുതി വെക്കും, മയ്യത്ത് നിസ്കാരം ഇന്ന സമയം. വീട്ടിൽ നിന്ന് മയ്യത്ത് എടുക്കുന്നത് വാപ്പാനെടുക്കുന്നത് നല്ല എഴുതുക. എന്തേ സംഭവം? ഇതല്ല വാപ്പ. ആ വാപ്പയുമായി അസ്രായിൽ അലൈഹിസ്സലാം പോയി കഴിഞ്ഞു. മനുഷ്യനാകുന്ന ഈ പുറം കാണുന്ന സംഭവമല്ല യഥാർത്ഥ മനുഷ്യൻ. അത് ഈ മനുഷ്യന് സഞ്ചരിക്കാനുള്ള വാഹനം മാത്രം. യഥാർത്ഥ മനുഷ്യനാകുന്ന ആത്മാവിന് സഞ്ചരിക്കാനുള്ള വാഹനം മാത്രമാണ് ഈ കാണുന്നത്. ഏതോ ഒരു നിമിഷത്തിൽ വാഹനത്തെ സൈഡാക്കി മനുഷ്യൻ ഊർന്നു പോകും, അതിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനെക്കുറിച്ചാണ് മരണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ സൂക്തം പോലും ഈ യാഥാർത്ഥ്യത്തെ പഠിപ്പിക്കാനുള്ളതാണ്. സൂറത്ത് അൽ ബഖറയുടെ 251 വാക്യം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം, പേടിക്കണം. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. എന്ത് അധർമ്മത്തിലേക്ക് പോകുമ്പോഴും ആ ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണം. ഈ ഒരു അധർമ്മം ചെയ്തു തീരുവോളം എന്റെ ആയുസ് നിലനിൽക്കുമോ എന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇനി ആലോചിക്കണം. യഥാർത്ഥ മനുഷ്യനാകുന്ന ആത്മാവ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ, അതിനെ സംസ്കരിച്ചവർ വിജയിച്ചു കഴിഞ്ഞു. വഖദ് ഖാബ മൻ ദസ്സാഹാ, യഥാർത്ഥ മനുഷ്യനെ പരാജയപ്പെടുത്തിയവർ, ഇരുട്ടിലായി ജീവിച്ചവർ, അതിക്രമങ്ങൾ ചെയ്തവർ, ദീനീപരമായ ഒരു കാര്യത്തിലും താല്പര്യം പ്രകടിപ്പിക്കാത്തവർ, അവർ തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. യഥാർത്ഥ മനുഷ്യനാകുന്ന ഈ ആത്മാവിനെ വിമലീകരിക്കണം, തിളക്കണം, ഏറ്റവും ചൈതന്യപൂർണമാക്കണം. ഹറാമിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആത്മാവിന് വലിയ തെളിച്ചം വരും. ഇതുപോലെയുള്ള മക്ബറകളുമായി ബന്ധപ്പെടുമ്പോ, ഉറൂസിൽ പങ്കെടുക്കുമ്പോ, ഉറൂസിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോ, നിസ്കാരവും ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യനാകുന്ന യഥാർത്ഥ ആത്മാവിന്, അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനാകുന്ന ആത്മാവിന് വലിയ തെളിച്ചം വരും. അത് വിജയത്തിലേക്ക് പാറിപ്പോകും.
ആ മനുഷ്യന് ജീവിക്കാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ആത്മാവ് അരൂപിയാണ്, കാണാൻ പറ്റാത്തതാണ്. അതിന് സഞ്ചരിക്കണമെങ്കിൽ, പിടിക്കണമെങ്കിൽ, എടുക്കണമെങ്കിൽ അതിനൊരു സ്ഥൂല ശരീരം വേണം, ഒരു വാഹനം വേണം. അതാണ് മനുഷ്യൻ, അതാണ് ഈ കാണുന്ന സാധനം. അതുകൊണ്ടാ വാപ്പ മരിച്ചാൽ വാപ്പാന്റെ മയ്യത്ത് എന്ന് പറയുന്നത് വാപ്പ എന്ന് പറയുന്നേ ഇല്ല. ഈ ഒരു വാഹനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതാ ലോകത്ത് മനുഷ്യനെ കൊണ്ടുവന്നതിന്റെ ആകെ ലക്ഷ്യം. പടച്ച റബ്ബ് പറയുന്നു, ഇതിലൂടെ മദ്യപിക്കരുത്, പെട്രോൾ അടിക്കുന്ന വാഹനത്തിൽ ഡീസൽ അടിക്കരുത്, മണ്ണെണ്ണ ഒഴിക്കരുത്, വേറെ ഒരു വസ്തുവും ഒഴിച്ചു പോകരുത് എന്ന് വണ്ടി കമ്പനിക്കാരൻ പറയുമ്പോ ബുദ്ധിയുള്ള മനുഷ്യൻ അത് അംഗീകരിക്കും. എന്റെ വണ്ടി, എന്റെ സ്വാതന്ത്ര്യം, ഞാൻ അതിൽ പച്ചവെള്ളം ഒഴിക്കും ആരെങ്കിലും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിഡ്ഢിമാനായ RC ഓണറായിരിക്കും അയാൾ. നമ്മുടെ ശരീരം നമ്മുടേതല്ല. തോന്നും മൈ ബോഡി ഈസ് മൈ ചോയ്സ്. എന്റെ ശരീരം എന്റെ അധികാരം അർദ്ധനഗ്നകളായി വൃത്തികേട് ചെയ്തും പറഞ്ഞും കൂക്കിയും വിളിച്ചും പരേഡ് നടത്തിയിട്ട് വിളിച്ചു പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥ ലോകത്ത് അത് വസ്തുതാപരമല്ല. പടച്ച റബ്ബ് പറയുന്നു, ഈ വാഹനത്തിന്റെ തുറന്ന ഓപ്പൺ ആയിട്ടുള്ള ദ്രാവകം ഒഴിക്കാനുള്ള ഈ ഒരു ഗ്യാപ്പിലൂടെ മദ്യം കഴിക്കരുത്. അത് സ്വീകരിക്കൽ നിർബന്ധമാണ് ഓരോ മനുഷ്യനും. ഈ യന്ത്രത്തെ, ഈ വാഹനത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന കാറ്റലോഗിൽ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 90-ാമത്തെ വാക്യത്തിൽ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്നും പറഞ്ഞ് ഒരിക്കലും ഈ വാഹനത്തിൽ മദ്യം ചേർക്കരുതെന്ന് റബ്ബ് പറയുന്നുണ്ട്. ഈ മനുഷ്യനാകുന്ന യന്ത്രത്തെ പടച്ചവൻ അതിന്റെ കമ്പനിയിൽ നിന്ന് കൃത്യമായി ഓർഡർ തന്നിട്ടുണ്ട്. ആരെങ്കിലും കുടിച്ചാലോ, നല്ല ബെൻസ് മേടിച്ചിട്ട് പെട്രോളിന് പകരം മണ്ണെണ്ണ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കോടികൾ ചെലവഴിച്ചിട്ട് മൂപ്പര് ലെക്സസ് അതിൽ പെട്രോൾ ഒഴിക്കുന്നതിന് പകരം മൂപ്പര് നിറച്ചു ടാങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു വെച്ചു. എങ്ങനെ കാണും? വലിയ വണ്ടി കൊണ്ടിരേണ്ടി വരും. അനങ്ങാതെ സാധനത്തെ പൊക്കി അതിലേക്ക് വെക്കേണ്ടി വരും. മംഗലാപുരത്തോ ബാംഗ്ലൂരിലോ എറണാകുളത്തോ ഒക്കെ കൊണ്ടുപോയിട്ട് ഏകദേശം 10-30 ലക്ഷം ചെലവഴിച്ചിട്ട് ആദ്യമായിട്ട് അതിന്റെ വർക്കൊക്കെ ചെയ്ത് ശരിയാക്കി കൊണ്ടുവരേണ്ടി വരും. ലാക്സസിനേക്കാളും ലാൻഡ് ക്രൂസറിനേക്കാളും ഫോർച്യൂണറിനേക്കാളും നമുക്ക് ലഭ്യമായ ഏതൊക്കെ വാഹനമുണ്ടോ അതിനേക്കാൾ സങ്കീർണമാണ് ഈ വാഹനം. നമ്മുടെ ഭൂമിയെ പലയാവർത്തി ചുറ്റാൻ മാത്രം വലിപ്പമുണ്ട് ഓരോ മനുഷ്യന്റെയും ലിംഫുകൾക്കും ഞരമ്പുകൾക്കും. മനുഷ്യന്റെ ഞരമ്പുകൾ നീട്ടിവെച്ചാൽ ഈ ഭൂമിയെ 6-7 പ്രാവശ്യം വട്ടം ചുറ്റിയാൻ മാത്രം വലിപ്പമുണ്ട്. നമ്മുടെ കിഡ്നിയിൽ 10,000-കണക്കിന് നെഫ്രോണുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു അരിപ്പകൾ. ഈ അരിപ്പയിലൂടെ രക്തം ഒരു ദിവസം പല പ്രാവശ്യം ഇറങ്ങി കയറിപ്പോകുന്നു. അതിലുള്ള മാലിന്യങ്ങളെല്ലാം ബ്ലാഡറിലേക്ക് പോകുന്നു, മൂത്രം വഴി വിസർജിക്കപ്പെടുന്നു. വലിയ യന്ത്രത്തിലിട്ട് മനുഷ്യ ശരീരത്തിലെ ഇതേ പ്രവർത്തനം നടത്തുമ്പോ ഏകദേശം 70-80% മാത്രമേ ശുദ്ധി വരുന്നുള്ളൂ. വലിയ റിസ്ക്കാണ്. 4-5 മണിക്കൂർ അങ്ങനെ ബെഡിൽ കടന്നുകൊണ്ടിരിക്കണം. ഡയാലിസിസ് എന്ന് പറയുന്ന കർമ്മം. നേരെ മറിച്ച് നമ്മളറിയാതെ ചെറിയ പരിപ്പ് പോലെയുള്ള ഒരു യന്ത്രം വളരെ കൃത്യമായി ശുദ്ധമായി അത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് 10,000-കണക്കിന് നെഫ്രോണുകളുണ്ട്, ചെറിയ ചെറിയ അരിപ്പകൾ. എത്ര സങ്കീർണമാണ് അതിന്റെ സൃഷ്ടികർമ്മം. നമ്മുടെ തലച്ചോറിന്റെ, കണ്ണിന്റെ ഈ യന്ത്രത്തെക്കാളും നമ്മൾ ഓടിക്കുന്ന എത്ര വില കൂടിയ വാഹനത്തെക്കാളും വിലയുള്ളതും സങ്കീർണമായതും നിരവധിയാകുന്ന സങ്കീർണമായ ചെറു യന്ത്രങ്ങളുടെ സമാഹാരമാണ് ഈ മനുഷ്യൻ. നമ്മുടെ പെട്രോൾ വാഹനത്തിൽ ഡീസൽ ഒഴിക്കാൻ പാടില്ലാത്തതുപോലെ മനുഷ്യനാകുന്ന വാഹനത്തിൽ കള്ളൊഴിക്കാൻ പാടില്ലെന്ന് റബ്ബ് പറയുന്നു, സ്രഷ്ടാവ് പറയുന്നു. ആരാണോ ഇതിനെ ലംഘിക്കുന്നത് ദുന്യാവിൽ നിരവധിയായ പ്രശ്നങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. യന്ത്രം കേടുവരും, ഹാർട്ട് അടിച്ചു പോകും, പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരും, ആത്മഹത്യാ പ്രവണത വരും, വിവിധങ്ങളായ രോഗങ്ങളുണ്ടാകും, സാമൂഹികമായ ബന്ധങ്ങൾ ഛിദ്രതയിലാകും, ഭാര്യനോട് സ്നേഹിക്കാൻ കഴിയില്ല, മക്കൾ നമ്മളെ കാണുമ്പോഴേക്ക് ഓടി രക്ഷപ്പെടും.
നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോ ബ്രേക്ക് പൊട്ടിയാൽ മുന്നിലും സൈഡിലുള്ള ആളുകൾക്ക് ആ കാര്യം മനസ്സിലായാൽ അവർ ഈ വാഹനത്തെ ഭയപ്പെട്ട് എത്ര ആവേശത്തിൽ ഓടി മാറും. അപ്രകാരം സ്വന്തം പിതാവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ലിക്കറ് കയറിയ പിതാവാണെങ്കിൽ, ഉള്ളിലേക്ക് മങ്കുർണി എത്തിയിട്ടുണ്ടെങ്കിൽ, MDMA ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മക്കൾ ഓടി രക്ഷപ്പെടും. ബ്രേക്ക് പൊട്ടിയ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ നിയന്ത്രണം തെറ്റി മദ്യം ഉപയോഗിച്ച വാപ്പയാകുന്ന വാഹനത്തിൽ നിന്ന് മക്കളും ഭാര്യയും ഓടി രക്ഷപ്പെടും. വാഹനത്തിൽ കമ്പനി പറഞ്ഞ ഇന്ധനമേ ചേർക്കാൻ പറ്റുള്ളൂ എങ്കിൽ മനുഷ്യനെ പടച്ച റബ്ബ് പറഞ്ഞതേ മനുഷ്യനാകുന്ന വാഹനത്തിലും ചേരാൻ പാടുള്ളൂ. മറ്റേ നമ്മൾ അംഗീകരിക്കും. കാരണം നമ്മൾ 8 ലക്ഷം 9 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സെക്കൻഡ് ഹാൻഡ് എത്തിയോസ് മേടിച്ചത്. അപ്പൊ അത് നശിപ്പിച്ചുകൂടാന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേണ്ട വിധം പരിചരിക്കും. ചെറിയ പോറൽ വന്നാൽ തുടച്ച് ശരിയാക്കും, ഇടക്കിടക്ക് വൈപ്പർ ഇടും, എന്നിട്ട് സംഗതി ഒക്കെ തുടച്ച് വൃത്തിയാക്കും. ഒരിത്തിരി പൊടിയായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വാട്ടർ സർവീസിന് കൊണ്ടുപോകും. എവിടെന്നെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ നമ്മൾ ഉടനെ തന്നെ സർവീസിന് കമ്പനിയിൽ കൊണ്ടുപോകും. ടയറിന് ഇത്തിരി തേയ്മാനം വന്നാൽ പുതിയ ടയർ ഇടും. പരിചരിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ, ഒരു ഉപേക്ഷയും വരുത്തൂല. നേരെ മറിച്ച് ശരീരത്തിന് വൈകല്യം വന്നു, അതിങ്ങനെ പെണ്ണിനെ കാണുന്നു, സിനിമ കാണുന്നു, മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തി വേണ്ടാത്ത പലതും അവർ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ശരീരത്തിന് വരുന്ന ഏറ്റവും നല്ല അബദ്ധമാണ്. നമ്മുടെ വാഹനമാകുന്ന കാറിന് സൈഡിൽ നിന്ന് ശബ്ദമുണ്ടാവുന്നതിനേക്കാൾ മാരകമാണ് ഒരു പെണ്ണിനെ കാണുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ തോന്നുന്ന ശബ്ദം. അന്യയായൊരു സ്ത്രീയോട് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്ന ശബ്ദം, വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, ഇൻസ്റ്റയിൽ ആ പെണ്ണിനെ ഫോളോ ചെയ്യുന്ന ശബ്ദം. നമ്മുടെ വാഹനത്തിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ടയറിൽ നിന്ന് എത്രമേൽ വലിയ ശബ്ദം ഉണ്ടാകുന്നോ അതിനേക്കാൾ മാരകമാണ് ഞാൻ ഈ പറഞ്ഞ ശബ്ദങ്ങൾ. വാഹനത്തിൽ കുഞ്ഞു ശബ്ദം വരുമ്പോഴേക്ക് അതിന് പരമാവധി ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ അന്യ പെണ്ണിന്റെ പിറകെ കൂടി പാട്ടുപാടുന്ന ശബ്ദത്തിന് ചികിത്സിക്കാതിരുന്നാൽ, ശബ്ദം തുടങ്ങിയ വാഹനത്തിന് പരിശോധന നടത്തി പരിഹാരം ചെയ്തില്ലെങ്കിൽ ഏതാനും കിലോമീറ്ററുകൾ ഓടുമ്പോഴേക്ക് ആ സാധനം ഉപയോഗശൂന്യമാകുന്നത് പോലെ മനുഷ്യന്റെ ലക്ഷ്യമാകുന്ന പരലോക വിജയത്തിന് പറ്റാത്ത, കേവലം നമ്മളൊക്കെ ഒരു നിലക്കും ഉപയോഗിക്കാൻ കഴിയാതെ ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന വാഹനം പോലെ നമ്മുടെ ശരീരമായി തീരും. ഇത് ശ്രദ്ധിക്കാതെ പറ്റൂല. നമുക്ക് ആവശ്യമായിടത്തൊക്കെ നല്ല പരിചരണം. ചെറിയൊരു രോഗം വന്നാൽ നമ്മൾ എവിടൊക്കെ പോകും? അഷ്ഹദു ഖുർആൻ സൂറത്തുൽ ജുമയുടെ 8-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഈ സ്വഭാവത്തെ മനോഹരമായി വർണ്ണിക്കുന്നത് കാണാം. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ പേടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം, അതാ ഖുർആൻ പ്രയോഗിക്കുന്നത്. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ പേടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം. എന്തോ ഒരു വേദന വന്നു, പ്രാദേശികമായി ചികിത്സ നടത്തി, അവിടെ നിർത്തൂല, നമ്മൾ ജില്ലാതലത്തിലേക്ക് മാറും. എന്നിട്ട് നമ്മൾ മംഗലൂരിൽ പോകും, അതുകൊണ്ട് നടക്കണില്ലെങ്കിൽ മാംഗ്ലൂരിൽ പോകും, എയിംസിൽ പോകും. അതിനിടയ്ക്ക് ഏതോ ഒരു ആദിവാസിയുണ്ട്, ഇതൊക്കെ നന്നായിട്ട് സുഖപ്പെടുത്തുമെന്ന് കേട്ടാൽ നമ്മൾ റിസ്ക് എടുത്ത് വയനാട് കയറും. എന്തിനാ? ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, മരണത്തിൽ നിന്ന് പേടിച്ചോടി രക്ഷപ്പെടാൻ. ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ പേടിച്ചോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അതോടുകൂടെ ഈ ജീവിതം അവസാനിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതു നിമിഷത്തിൽ എടുക്കപ്പെട്ടാലും പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിലാവണം നമ്മുടെ ജീവിതം. സാധ്യമാണത്. വലിയ വലിയ മഹാന്മാർ നമുക്കത് കാണിച്ചു തന്നു. മൗലാന ഗസാലി റളിയല്ലാഹു അൻഹുവിന് മരണമെത്തുന്ന സന്ദർഭം അവിടുത്തെ ശിഷ്യരത് വിശദീകരിക്കുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. മഹാനുഭാവൻ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇടപാടുകളെല്ലാം പറഞ്ഞു തീർക്കുന്നു. സന്തോഷത്തോടുകൂടെ പരസ്പരം തൃപ്തി പറഞ്ഞിട്ട് ഇനി അകത്തേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കുറെ ആളുകൾ എന്നെ സന്ദർശിക്കാൻ വരുന്നു എന്നും പറഞ്ഞ് ഭാര്യയെ അകത്തേക്ക് പറഞ്ഞയക്കുന്നു. ഒലുവെടുത്ത് വന്നിട്ട് മോഹം തീരുവോളം നിസ്കരിക്കുന്നു.
എന്നിട്ട് വളരെ സുന്ദരമായി ചിരിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിക്കുന്നു. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം ശിബിലിയെ പോലെയുള്ളവർ സ്വപ്നം കാണുന്നുണ്ട്. പിന്നീട് ഇമാമുന ഗസാലി കടന്നു വന്നപ്പോ പരലോകത്ത് എന്തൊക്കെയാണ് സംവിധാനിച്ചതെന്ന് മഹാനുഭാവൻ നബിയോട് ചോദിക്കുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാ ആകാശവും അലങ്കരിച്ചു, ഓരോ ആകാശത്തിന്റെ പാതയിലും മാലാഖമാർ കാത്തിരുന്നു. എന്റെ ഉമ്മത്തിൽപ്പെട്ട മഹാപണ്ഡിതൻ മുഹമ്മദുൽ ഗസാലി തങ്ങളുടെ വരവിന് ഞാൻ മൂസാ നബിയെയും ഈസാ നബിയെയും വിളിച്ചു കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഞാൻ മൂസാ നബിയെയും ഈസാ നബിയെയും വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇമാം ഗസാലിയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇത്ര വലിയൊരു പണ്ഡിതൻ നിങ്ങളുടെ ഉമ്മത്തിലുണ്ടായിട്ടുണ്ടോ? ബനൂ ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ടോ? ഈസാ നബിയും മൂസാ നബിയും സമ്മതിച്ചു, ഇല്ലേ ഇല്ല. അവരും ഇമാമുന ഗസാലിയുടെ വരവിന് പ്രതീക്ഷാപൂർവം കാത്തിരുന്നു. അവരും ഇമാമുന ഗസാലി തങ്ങളുടെ വരവിന് പ്രതീക്ഷാപൂർവം കാത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിക്കുക, വഫയാത്തുൽ അബ്റാർ എന്ന കിതാബിൽ ബഹുമാന്യരാകുന്ന കോടമ്പുഴ ഉസ്താദൊക്കെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാമുന ഗസാലി തങ്ങൾക്ക് വേണ്ടി ആകാശം അലങ്കൃതമാവുക, ഇമാമുന ഗസാലി തങ്ങൾക്ക് വേണ്ടി ആകാശം അലങ്കൃതമാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനപൂർവ്വം പൂർവ്വ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാകുന്ന ഈസാ അലൈഹിസ്സലാമിനെയും മൂസാ നബിയെയും വിളിച്ചു കൊണ്ടുവരിക. സന്തോഷം കൊണ്ട് പരമാനന്ദം കൊണ്ട് അവിടുന്ന് ചോദിക്കുക, നിങ്ങളുടെ ഉമ്മത്തിൽ ഈ ഗസാലിക്ക് വെക്കുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അവരെല്ലാവരും ഗസാലി ഇമാമിന്റെ മഹത്വം അംഗീകരിക്കുക. ജീവിതം കൊണ്ട് വിപ്ലവം തീർത്തു. എങ്ങനെയാണ് ശരീരം ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് കൃത്യമായി ഇമാമുന ഗസാലി തങ്ങൾ മനസ്സിലാക്കി. അതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിച്ചു. ഏത് നിമിഷവും മരിക്കാനുള്ളവരാണ് നമ്മൾ. അതിന്റെ മുന്നേ നമ്മുടെ ജീവിതത്തെ എന്തായി ഉപയോഗപ്പെടുത്തണമെന്ന് ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ ഉറൂസ് മുബാറക്കിന്റെ വേദിയിൽ വെച്ച് നമ്മൾ തീരുമാനിക്കണം. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കാതെ ഞാൻ അവസാനിപ്പിക്കും. അതിന്റെ മുമ്പ് നമ്മുടെ സഹോദരൻ, നമ്മുടെ ഒരു കുട്ടി, വലിയ ആളെന്നെ പോയാലാണ് വലിയ പൈസ കിട്ടുക, അല്ലേ? ഇത് വലിയ ചെലവുള്ള പരിപാടിയാണ്, എല്ലാവർക്കും അറിയാലോ. ആ കുട്ടിയുടെ അടുത്ത് കുട്ടി എന്നുള്ള നിലക്കൊന്നും അല്ലാതെ നല്ല കാശ് കൊടുത്ത് എല്ലാവരും സഹകരിക്കട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. അവസാനം നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലമാവാൻ ആലിമീങ്ങളുടെയും സാദാത്തുകളുടെയും സാന്നിധ്യത്തിൽ നമുക്ക് ദ്വാരക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല പൈസ അതിലേക്ക് ഇടണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. അതിന്റെ തന്നെ വയലറിയാൻ കുറെ സമയം എടുക്കും, അത് വേണ്ടാന്ന് കരുതി. ഈ ശരീരത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയ കുറെ മഹാന്മാരുണ്ട്. സുജൂദിൽ കടന്ന് മരിച്ച ഇമാമുമാരെ കുറിച്ച് പറയുന്ന കിതാബുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്ന ഇമാമുകളെ കുറിച്ച് പറയുന്ന കിതാബുണ്ട്. വിശദീകരിക്കാൻ കുറെ സമയം വേണ്ടി വരും. അള്ളാഹു പറഞ്ഞു, ഈ ശരീരമാകുന്ന വാഹനത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗപ്പെടുത്തരുത്. MDMA വാർത്ത സുലഭമാണ് കേരളത്തിൽ. 3 വർഷം മുതൽ 7 വർഷം കൊണ്ട് MDMA ഉപയോഗിക്കുന്നയാൾ മരണപ്പെടുമെന്നാണ് കണക്ക്. 3 വർഷം. അത് കഴിഞ്ഞാൽ ഏത് നിമിഷവും മരണം പ്രതീക്ഷിക്കാം. എന്താ സംഭവം? ആ സാധനം മൂക്കിലൂടെ കയറരുത് എന്ന് റബ്ബ് പറഞ്ഞതാണ്. നമ്മുടെ വാഹനത്തിൽ റേഡിയേറ്ററിൽ പ്രത്യേകമായ ഫ്ലൂയിഡിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ചാൽ എങ്ങനെയാ വാഹനം ഉണ്ടാവും? നശിച്ചു പോകും. അപ്രകാരം MDMA ഉപയോഗപ്പെടുത്തുമ്പോൾ ശരീരം നശിക്കുന്നു, ആത്മാവ് നശിക്കുന്നു. നമ്മുടെ സഞ്ചാരം സ്വർഗത്തിലേക്കുള്ള പാതയിൽ എവിടെയോ തട്ടിത്തടഞ്ഞു വീണു പോകുന്നു. ഇത് ശ്രദ്ധിക്കാതെ കുറെ കാലം കൊണ്ട് ജീവിച്ചു പോകാമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ സഹോദരിമാരെ പ്രത്യേകം വിളിച്ചത്? കേരളത്തിലെ പുതിയ ട്രെൻഡ് മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്, ചെറുപ്പക്കാരികളാണ്. ഒട്ടുമിക്ക ക്യാമ്പസുകളിലും ഇത് സുലഭമാണ്. ഇത് കിട്ടാൻ വേണ്ടി മോഷണം പതിവാണ്. മോഷ്ടിച്ചിട്ടൊന്നും കാശ് വെക്കണില്ലെങ്കിൽ പലപ്പോഴും ശരീരം ദാനം ചെയ്യാൻ ഇതിന്റെ അഡിക്റ്റുകൾ തയ്യാറാണ്. ഞാൻ കുറെ പൊതുകാര്യങ്ങൾ പറയാം.
എന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നേ ഇല്ല. നേരിട്ട് ബന്ധപ്പെട്ട പല കേസുകളിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാന്റീനിൽ ഒരു പൊതു കാന്റീൻ ജീവനക്കാരെ ഏൽപ്പിക്കുക, സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു കാന്റീൻ നടത്തുന്ന ഒരാൾ നേരിട്ട് പറഞ്ഞതാണ്. ഒരു കൗതുകത്തിന് അയാൾ തുറന്നു നോക്കി, എന്താണ് ഈ കുട്ടികൾ കൊടുന്ന പൊതിയിലുള്ളത്? കഞ്ചാവായിരുന്നു. അവരിടക്കിടക്ക് മേടിക്കും, ആവശ്യമുള്ളത് ഉപയോഗിക്കും, പിന്നെയും പൊതിഞ്ഞ് അയാളുടെ കയ്യിൽ തന്നെ നൽകും. ക്യാമ്പസിലേക്ക് കൊണ്ടുപോയാൽ ചിലപ്പോ അത് കുഴപ്പമാവെന്ന് കരുതിയിട്ട് കാന്റീൻ ജീവനക്കാരെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും. ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് കരയുന്ന രീതിയിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ സിഗരറ്റ് ഉപയോഗിക്കാറില്ലായിരുന്നു തീരെ. പക്ഷേ ഈ പെൺകുട്ടികളുടെ ഇടയിൽ ഭക്ഷണം സപ്ലൈ ചെയ്ത് അവർ ഊതി വലിച്ചിട്ട പുകച്ചുരുകളിലൂടെ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഇപ്പോൾ എനിക്ക് പുക വലിക്കാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ഇതിനാണ് പരോക്ഷ പുകയിലെ പുകവലി എന്നൊക്കെ പറയുന്നത്. അമേരിക്കയിൽ ഏകദേശം 1.5 ലക്ഷം ആളുകൾ മരണപ്പെടുന്നത് ഓരോ കൊല്ലത്തിലും പരോക്ഷ പുക വലി മൂലാണ്. എന്നുവെച്ചാൽ നേരിട്ട് വലിക്കല്ല, മാനേജർ വലിക്കുമ്പോ സ്റ്റാഫിന് കൊള്ളും, വാപ്പ വലിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടിക്ക് കൊള്ളും. വീടി വലിക്കാരൊക്കെ എപ്പോഴും ഉണ്ടാവും, അപൂർവമായി. ചെറുപ്പക്കാരിലേക്ക് ആ ട്രെൻഡ് വളർന്നു വരുന്നു. എവിടെ ഒഴിഞ്ഞു നിന്നാലും അവർ ഇലക്ട്രിക് സിഗരറ്റ് പോലും വലിച്ചുകൊണ്ടിരിക്കും. ഹാർട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വലിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയെ, പേരക്കുട്ടിയെ തൊടരുത്, താലോലിക്കരുത്, മുത്തം കൊടുക്കരുത്. വല്ലിപ്പയാണെങ്കിലും ആ കുട്ടിയുടെ അമ്മ അതിന് സമ്മതിക്കുകയും ചെയ്യും. പുക വലിക്കണ വല്ലിപ്പാക്കും വാപ്പയ്ക്കും കുട്ടിയെ മുത്തം കൊടുക്കാൻ നൽകരുത്. കട്ടക്ക് വാശി പിടിക്കണം. കാരണം അവർക്കിത് കൂടുതൽ സഹിക്കാൻ പറ്റും. ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനങ്ങളുള്ള അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ ഈ പുകയിലയുടെ പ്രശ്നം കൊണ്ട് മരിക്കുന്നത് നേരിട്ടുള്ള ഉപയോഗം കൊണ്ടല്ല, പരോക്ഷ പുകയില മൂലാണ്. ഓഫീസിൽ നിന്ന് പുകച്ച് വിടുന്ന ഈ ഒരു സാധനം ശ്വസിക്കേണ്ടി വന്നിട്ട് അവർക്ക് ക്യാൻസർ പിടിക്കുന്നു. അബ്ദുല്ലാഹി തുർമസിയെ പോലെയുള്ള പിൽക്കാല പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് കൃത്യമായി മൗഹിബത്തു ദിൽഫളിൽ പോലെയുള്ള കിതാബുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഹുക്മ് പറയാറില്ല. പിൽക്കാല പണ്ഡിതന്മാരിൽ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ സദസ്സിനൊന്ന് ബോധ്യപ്പെടുത്തിയതാണ്. ഇത് വലിക്കരുതെന്ന്, അതിൽ കഞ്ചാവ് ചേർക്കരുതെന്ന്, വൃത്തികെട്ട രീതിയിൽ ലഹരി ഉപയോഗിക്കരുതെന്ന് പടച്ച റബ്ബ് പറയുന്നു. ഈ യന്ത്രം പടച്ചത് അവനാ. അത് നശിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താവണം, എന്തൊക്കെ ഉപയോഗിക്കണം, എന്തെല്ലാം പാടില്ലെന്ന് കൃത്യമായി പറഞ്ഞു തന്നത് ആ റബ്ബാണ്. അതിനെ ലംഘിച്ച് ആര് മദ്യപിക്കുന്നോ വഴിതെറ്റി വീണു പോകും. എത്ര കവികൾ മരണപ്പെട്ടു കള്ളു കുടിച്ചിട്ട്. എത്ര മനുഷ്യന്മാർ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞൊരു പുസ്തകം മുൻ പോലീസ് ഓഫീസർ സിബി മാറ്റുവിൻ ആത്മഹത്യയെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിൽ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാരണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമാണ്. ഇപ്പൊ MDMA എന്നൊക്കെ പറഞ്ഞാൽ വല്ല ഡിഗ്രിയാന്ന് കരുതും, MBBS MD എന്നൊക്കെ പറയണ പോലെ. പടച്ച റബ്ബേ, ഈ സാധനം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് 4ാം സ്റ്റേജിൽ ഭയങ്കരമായ ഭീതിയും സംശയരോഗവും. ഭാര്യനെ സംശയിക്കല്ല, 2 ആള് കൂടി എന്ത് വർത്താനം പറഞ്ഞാലും അത് അവരെ കുറിച്ചാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. ഏതെങ്കിലും ഒരു ഡ്രൈവറെ കണ്ടാൽ മതി, ഇതേ പോലീസ് വരുന്നു പറയും, കാക്കി ഉണ്ടായാൽ മതി, അദ്ദേഹം മുണ്ടെടുത്താലും കുഴപ്പമില്ല. ഇനി എന്റെ മുമ്പിലുള്ള ആകെ മാർഗം ആത്മഹത്യയാണെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ ജീവിതത്തിൽ നിന്ന് അവർ വിട പറയും. കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളുടെയൊക്കെ പിന്നിലുള്ള സ്വകാര്യം ഈ വിധത്തിലുള്ള മയക്കുമരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ജനുവരി ഫെബ്രുവരി മാത്രം 67 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരുണ്ട്. സ്വന്തം അനുജന് ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുത്ത് ആ കുട്ടി സന്തോഷത്തിൽ അത് കഴിക്കാൻ വേണ്ടി സ്കൂൾ യൂണിഫോം ഒക്കെ മാറ്റി സാധാ ഡ്രസ്സിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വറ്റുപോലും കുഴിമന്തി തിന്നാൻ അനുവദിക്കാതെ ആ 13കാരന്റെ തലയിൽ വലിയ ഹാമർ കൊണ്ട് ആഞ്ഞടിച്ച സഹോദരനുണ്ട്. അവിടെ നിർത്തി.
കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി മേടിച്ചു. വലിയ സന്തോഷത്തിൽ പാഴ്സലും വാങ്ങിയ കുട്ടി വരികയാണ്. അവന്റെ സ്കൂൾ ബാഗ് സിറ്റൗട്ടിൽ തന്നെ വലിച്ചെറിയാണ്. ഡൈനിങ് ടേബിളിൽ ഈ മന്തിയുടെ പൊതി വെച്ചിട്ട് റൂമിലേക്ക് പോയി യൂണിഫോം അഴിച്ച് സാധാരണ ഡ്രസ് ഇട്ട് ആവേശപൂർവ്വം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ കുട്ടി ഇറങ്ങി വരുമ്പോ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ അടി കിട്ടണ് ഹാമർ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു. പിന്നെ 20 അടികൾ തുടരെ. ആ കുട്ടിയുടെ മയ്യിത്ത് ആംബുലൻസിലേക്ക് മാറ്റിയ ഒരു പൊതുപ്രവർത്തകൻ ചാനലിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം ആ കുട്ടിയെ എങ്ങനെ കോരിയെടുക്കുമ്പോ അയാളുടെ കൈ ആ കുട്ടിയുടെ തലയിലെ ഉള്ളിലേക്ക് കയറിപ്പോയി. തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരന്തപൂർണമായൊരു നിമിഷം, ഒരിക്കലും സംഭവിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ദിവസം. മക്കൾ ആലോചിച്ചു നോക്കുക, പ്രിയപ്പെട്ട സഹോദരന്മാർ, ചെറുപ്പക്കാർ ആലോചിച്ചു നോക്കുക. സ്വന്തം സഹോദരനാണ്, ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വമാണ്. ഏതേത് അതിക്രമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ സുരക്ഷ നൽകേണ്ട കരങ്ങളാണ് അടിച്ചു വീഴ്ത്തുന്നത്. തുടരെ 20 ഹാമർ അടികൾ ഏൽപ്പിക്കുന്നത്, തലയുടെ ഭാഗം തകർന്ന് തെറിക്കുന്നത്. മയ്യത്തെടുക്കുന്ന സഹോദരന്റെ കൈ ആ കുട്ടിയുടെ തലയുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. ഉമ്മനെ അറുക്കുക, 2 കഷ്ണാക്കി, എന്നിട്ട് കത്തി അടുത്ത വീട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കും. ഇതിന്റെ ഒക്കെ പിന്നിലുള്ള പ്രവർത്തനം അവരുടെ യഥാർത്ഥ തലച്ചോറല്ല, വിവിധങ്ങളായ മയക്കുമരുന്നുകളുടെ സ്വാധീനമാണ്. കേരളത്തിൽ വ്യാപകമായി 11 മയക്കുമരുന്നുകൾ ഉപയോഗപ്പെടുന്നു. ഏറ്റവും മുന്നിലുള്ളതാണ് കഞ്ചാവ്. ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവ് നമ്മൾ വാഹനത്തിനെ താരതമ്യം ചെയ്തിട്ടാണല്ലോ പറയുന്നത്. ഹൈബ്രിഡ് വാഹനങ്ങളാണ് ഇപ്പോൾ. ഹൈബ്രിഡ് കഞ്ചാവ്. രണ്ടാമതായാണ് MDMA എന്ന് പറയുന്ന സാധനം. പിന്നെ ബ്രൗൺ ഷുഗർ, മരിജുവാന, ഹഷീഷ്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ 11. നമ്മുടെ കേരളത്തിൽ വ്യാപകമായ മങ്കുർണി, മൂലവെട്ടി, ആനമയക്കിനെ കുറിച്ചൊന്നും അല്ല പറയണത്. അതൊക്കെ ഗവൺമെന്റ് സമ്മതം കൊടുത്ത് വിതരണം ചെയ്യണതാണ്. കള്ള്, ചാരായം, വിദേശ മദ്യങ്ങൾ, ഇതൊക്കെ ഗവൺമെന്റ് സമ്മതം കൊടുത്ത് കുടിച്ചോളൂ എന്നും പറഞ്ഞു കൊടുക്കണം. ഇഷ്ടം പോലെ ഷോപ്പുകൾ പുതിയത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. പോരാത്തതിന് പാലക്കാട് വലിയ ഫാക്ടറി നിർമ്മിക്കുന്നു. കുടിമുട്ടരുത് എന്ന് കരുതിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുകയാണ്. ഇതൊന്നും ഈ ഗണത്തിൽ വരൂല. ഇതൊക്കെ ഇന്ത്യയിലും കേരളത്തിലും ഹലാലായ സാധനങ്ങളാണ്. ഇസ്ലാമികമായി ഹലാൽ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ആ ഒരു വാക്ക് മാത്രം ആരും എടുത്തിട്ട് കമന്റ് എഴുതാൻ നിൽക്കരുത്. ഇതല്ലാത്ത നിരോധിക്കപ്പെട്ട സാധനങ്ങളാണ് ഈ 11. സ്ത്രീജനങ്ങൾ, യുവതികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥിനികൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സ്റ്റാമ്പാണെന്നാണ് പഠനം. എന്താ സ്റ്റാമ്പ്? നാക്കിന്റെയും ചുണ്ടിന്റെയൊക്കെ ഉള്ളിൽ മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് 4 മുതൽ 40 മണിക്കൂർ വരെ സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുന്നു നമ്മുടെ മക്കൾ. ഈ യന്ത്രത്തിൽ അത് കയറരുതെന്ന് റബ്ബ് പറയുന്നു. റബ്ബിനെ വെല്ലുവിളിച്ച് റബ്ബിന്റെ നിയമങ്ങൾ എനിക്ക് ബാധകല്ലാന്നും കരുതിയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി ഒരു ടൂറ് പോയി വരുമ്പോഴേക്ക് ഇത്തരം മയക്കുമരുന്നുകളുടെ അടിമയായി മാറുന്നു കുറെ ചെറുപ്പക്കാർ. പിന്നീട് അവരുടെ ജീവിതത്തെ അവരല്ല നിയന്ത്രിക്കുന്നത്, അവരുടെ ഡ്രസ് കോഡ് അവരല്ല നിശ്ചയിക്കുന്നത്, അവരുടെ ഹെയർ സ്റ്റൈൽ അവരല്ല നിശ്ചയിക്കുന്നത്. മതം പറയുന്നതും നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതും യാതൊരർത്ഥത്തിലും സ്വീകരിക്കാതെ അവർ താന്തോന്നികളായി മാറുന്നു. കേരളത്തിന് ഏറ്റവും വലിയ ശാപം അത്തരം യുവതയാണ്. ആരെയും വെറുപ്പിക്കാൻ പറയണതല്ല, വിഷമിക്കരുത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായൊരു ബോധം നമുക്കുണ്ടാവും. എത്ര കാലം അങ്ങനെ പോകാൻ പറ്റും? നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വലിയ ഭീഷണിയായി എത്ര കാലം ജീവിക്കാൻ പറ്റും? സമൂഹത്തിന് ഭീതിയായി. ഈ അടുത്താണ് 6 വയസ്സുള്ള അയൽവാസി ഒരു ചങ്ങാതി സെക്സൽ ഹറാസ്മെന്റിന് ശ്രമിക്കുന്നത്. 6 വയസ്സ് മാത്രമുള്ള ഒരു പാവം ചെറുക്കൻ അവന്റെ അയൽവാസിയാണ്, എപ്പോഴും കാണുന്നതാണ്, എല്ലാ പരിപാടികളിലും അവർ പങ്കെടുക്കുന്നതുമാണ്. ഏട്ടാ എന്ന് സ്നേഹത്തിൽ വിളിച്ചൊപ്പം കൂടുന്ന കുട്ടിയാണ്. പക്ഷെ മയക്കുമരുന്നിന്റെ ഊക്കിൽ ആ കുട്ടിയെ സെക്സ് നടത്തണമെന്ന് ചങ്ങാതിക്ക് തോന്നുന്നു.
അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ആ കുട്ടി അതിനെ പ്രതിരോധിക്കുന്നു. അസമയത്ത് ആ കുഞ്ഞിനെ താഴെയുള്ളൊരു വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് 2-3 പ്രാവശ്യം ആ കുട്ടി കരയിലേക്ക് നീന്തി വരുമ്പോൾ കാലുകൊണ്ട് ചവിട്ടി അമർത്തി പിടിച്ച് കൊന്നുകളയുന്നു. തന്നെ സഹോദരനെ പോലെ കാണുന്ന ആ ചെറുപ്പക്കാരന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊല്ലാൻ കഴിയുന്നത്? ഈ സംയുക്ത ആത്മഹത്യകളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? പുതിയ കാലത്ത് വന്നൊരു മാറ്റം. ഒരു കുടുംബം ഒന്നിച്ച് ജീവൻ എടുക്കും. അതിന്റെ അനർത്ഥങ്ങൾ ഞാൻ പറയണില്ല. എന്ത് പ്രയാസവും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പടച്ച റബ്ബ് അതെല്ലാം പരിഹരിച്ചു തരുമെന്ന വിശ്വാസം യഥാർത്ഥ മുഅ്മിനിനുണ്ടാവും. അതുകൊണ്ട് അവൻ ആത്മഹത്യയിലേക്ക് പോകും. കച്ചവടം തോറ്റാലും, രോഗം പിടിച്ചാലും, ആകെ കടക്കാരനായി മാറിയാലും, ആരോപണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാലും സർവശക്തനായ പടച്ച റബ്ബെന്നെ രക്ഷപ്പെടുത്തുമെന്ന ബോധം നല്ല വിശ്വാസിക്കുണ്ടാകും. അതല്ലാത്തവരൊക്കെ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം തേടും. 4 ദിവസം മുന്നേ നമ്മുടെ സിറാജ് പത്രത്തിൽ ഒരു കൂട്ടാത്മഹത്യയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പൊതുവെ ഒരു സാമൂഹിക രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് അത്തരം വാർത്തകളൊക്കെ ഞാൻ സൂക്ഷ്മമായി വിലയിരുത്താം. ഇങ്ങനെയുള്ള കൂട്ട ആത്മഹത്യകൾ മൊത്തം പ്രേമവിവാഹങ്ങളായിരിക്കും. അതാണ് അതിന്റെ ഒരു കാര്യം. പ്രണയവിവാഹം കുറച്ചട് കഴിയുമ്പോഴേക്ക് വെറുത്തു പോകും. അതിന്റെ കാരണങ്ങളൊന്നും ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡോക്ടർ മാത്യു വല്ലൂരിന്റെ വിവാഹം ബന്ധനം എന്ന പുസ്തകം വായിച്ചു. അദ്ദേഹത്തിന്റെ തന്നെ നിരവധിയായ പുസ്തകങ്ങൾ ഒരു പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുസ്തകം വായിക്കാൻ പറയുന്നത്. ഈ പ്രണയവിവാഹങ്ങൾ മൊത്തം പരാജയത്തിലെത്തും. 1 വർഷമാണ് ഈ പ്രണയത്തിന് പ്രചോദനം നൽകുന്ന ഹോർമോണിന്റെ വ്യാപകമായ രീതിയിലുള്ള ഉൽപാദനം നടക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് പതിയെ ഷോർട്ടായി വരും. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കമിതാക്കൾ അകന്നുകൊണ്ടിരിക്കും, വെറുക്കും. പിന്നെ തല്ലലാകും, കൊല്ലലാകും, പീഡനാകും, വിട്ടെറിഞ്ഞു പോകലാകും, അതിക്രമങ്ങളാകും, സഹിച്ച് ജീവിക്കേണ്ടി വരും. ഇറങ്ങിപ്പോയ ആ ഒരു സന്തോഷവും മൂക്കും ആ ഒരു ആനന്ദവും കയറി വരുമ്പോ ഉണ്ടാവില്ലേ? വീട്ടുകാർ തിരസ്കരിച്ചിട്ടുണ്ടാകും. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തലപോയ നിലയിൽ കബദ്ധം കണ്ടുകിട്ടും. അല്ലെങ്കിൽ സോണാഗച്ചിയിലോ മറ്റോ കൊണ്ടുപോയി ആ പെൺകുട്ടികളെ വിറ്റിട്ടുണ്ടാകും. കൽക്കത്തയിലെ ഒരു വേശ്യത്തെരുവാണ് സോണാഗച്ച്. 25,000 ഔദ്യോഗിക സെക്സ് വർക്കേഴ്സ് ഉണ്ട് അവിടെ, ലൈസൻസ് ഉള്ളവർ. 25,000 അങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കും. അതുകൊണ്ടാണ് ഈ മതം മാറ്റി വിവാഹം കഴിച്ച പെൺകുട്ടികളെയൊക്കെ പ്രസവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്. പ്രസവിച്ച പെൺകുട്ടികൾക്ക് അവിടെ മാർക്കറ്റിൽ വാല്യൂ കുറവാണ്, വില കുറവാണ്. ഏതെങ്കിലും ഒരാൾക്കൊരു സന്തോഷകരമായ ജീവിതം നൽകാൻ വേണ്ടി നിങ്ങളെ പിടിച്ചിറക്കി ഏതോ ക്ഷേത്രത്തിലോ മറ്റോ കൊണ്ടുപോയി മതം മാറ്റി വിവാഹം കഴിച്ചവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു. ആർക്കും അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയും, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെയും അങ്ങനെ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനോ പ്രണയിച്ച് ചാടിക്കാനോ പാടില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാം. ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഇല്ലെന്ന് എല്ലാവരും എല്ലാ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് വിശ്വാസികൾ അങ്ങനെ എപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന ആളുകളെ കാണാം. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ, പ്രണയിക്കാൻ പരിശുദ്ധ മതം 1% പോലും സമ്മതം കൊടുക്കൂല. കാണുന്നതും കേൾക്കുന്നതും സ്വന്തമായി സഞ്ചരിക്കുന്നതും ഒപ്പം നിൽക്കുന്നതും ശൃംഗരിക്കുന്നതും ആസക്തിയോടുകൂടെ അന്യ പെണ്ണിനെ നോക്കുന്നതും ഹറാമെന്ന് പറഞ്ഞ മതാണ് ഇസ്ലാം. അത്രമേൽ വിശുദ്ധാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി കോളേജിൽ പോയിട്ട് ട്രെയിനിൽ വരുമ്പോ വൈകുന്നേരങ്ങളിലെ ട്രെയിനിൽ സല്ലാപവും ശൃംഗാരവും മാത്രം നടക്കുന്ന രീതി കാണാനാകരുത്. പല സ്ഥാപനങ്ങളിൽ നിന്നും വരുന്നവർ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മേഖലകളിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി വൈകുന്നേരം വരാൻ കഴിയില്ല ട്രെയിനിൽ. സാധാരണ കമ്പാർട്ട്മെന്റിൽ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. യാതൊരു ബോധവും ഇല്ലാതെ കോഴികളെ പോലെ ലൈംഗിക ചേഷ്ടകളിൽ ഏർപ്പെടും മനുഷ്യന്റെ മുന്നിൽ നിന്ന്. നേരാവണ്ണം സെക്സ് നടത്താൻ അവർക്ക് അസൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലും സംഭവിക്കും. അവർക്ക് കിസ് ചെയ്യുന്നതിനോ ഹഗ് ചെയ്യുന്നതിനോ ഷെയ്ക്കാൻഡ് ചെയ്യുന്നതിനോ ശൃംഗരിച്ചിരിക്കുന്നതിനോ അങ്ങോട്ടും ഇങ്ങോട്ടും മിഠായികൾ കൈമാറുന്നതിനൊന്നും ഒരു തകരാറില്ല. ഒരു വാതിലിന്റെ ചെറിയ പഴുതുമതി ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും തോന്നിയാസം ചെയ്യാൻ.
ഇത് വെറുതെ പറയണതല്ല. ഇതൊക്കെയാണ് ജീവിതമെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പല വ്ളോഗർമാരും ഇത്തരം തോന്നിയാസത്തിലേക്ക് വിളിച്ചാനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും മനുഷ്യ ശരീരം കൊണ്ട് പാടില്ലെന്ന് റബ്ബ് താരയാണ് പ്രഖ്യാപിച്ചത്. അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, അത് കണ്ണിന്റെ വ്യഭിചാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് ഇതിനൊന്നും ഒരു വിലയും കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിച്ച് ജീവിക്കുക. എത്ര കാലം? ഞാൻ ഈ വേദിയിലേക്ക് വന്നിരുന്നിട്ട് 2 or 3 ചെറുപ്പക്കാർ കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുര നിറഞ്ഞു നിൽക്കുക ചെറുപ്പക്കാർ. കല്യാണത്തിന് പോയ 100,000 ഡിമാൻഡ് വെച്ചിട്ട് പെൺകുട്ടികൾ അതിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. എന്താ സംഭവം? ഇൻസ്റ്റയിൽ പിറകെ കൂടുന്ന ഏതെങ്കിലും ഒരു തണ്ടാകും. ഇന്ന് ഞാൻ വരുമ്പോ എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ നിന്ന് മനസ്സിലാകാതിരുന്നപ്പോ എന്നെ വോയിസിൽ ബന്ധപ്പെടാൻ പറഞ്ഞു. എന്താ വോയിസിലുള്ളത്? പെങ്ങളുടെ കലശലായ പ്രണയം കാരണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ദീനിയായി വളരെ ഉന്നതനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ ബന്ധപ്പെടുകയാണ്. ഇതൊരു കേസൊന്നുമല്ല, നിരവധി കേസ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കെട്ടിച്ചു കൊടുത്താ പോരെ, 1ാം ഘട്ടം. അത് എന്നോട് പറഞ്ഞു, ഒരു നിലക്കും സാധ്യമല്ല ഉസ്താദെ, അത്രക്ക് ഫ്രോഡാണ് ആ ചങ്ങാതി. അവനിങ്ങനത്തെ കുറെ പെണ്ണുങ്ങളുണ്ട്, സ്ഥിരമായി ലോട്ടസിന്റെ പോലെ വെള്ളത്തിലേ അവന് നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അവന് പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളുണ്ട്. ഏതെങ്കിലും രീതിയിൽ സാധിക്കുന്ന ഒരു ഈമാനൊക്കെ ഉള്ള 5 വക്ത് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ കെട്ടിക്കാൻ നിർത്തി ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷെ ഒരു നിലയ്ക്കും അവനോടൊപ്പം ഒരു കുട്ടിയെയും കൊടുത്തയക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇൻസ്റ്റയിൽ ഒരു ആപ്പിള് വരുന്നു, നിങ്ങൾ അങ്ങോട്ടൊരു മുന്തിരിക്കൊല ഒന്നിച്ചു വിട്ടുകൊടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വത്തക്കയുടെ കഷ്ണം വരുന്നു, നിങ്ങൾ അങ്ങോട്ടൊരു പൂക്കൊല നിറച്ചു വിട്ടുകൊടുക്കുന്നു. പതിയെ ഉമ്മനേക്കാളും തനിക്ക് വേണ്ടി ജീവിതം തൊലച്ചു കളഞ്ഞ പിതാവിനേക്കാളും തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൊച്ചനുജനേക്കാളും ഇതുവരെ കാണാത്ത സ്വഭാവം എന്തെന്നറിയാത്ത, അവന്റെ ശീലങ്ങളും ദുശീലങ്ങളും ഹാബിറ്റുകളും അറിയാത്ത, പുഞ്ചിരിച്ച ആ പ്രൊഫൈല് മാത്രം കണ്ട് അവന്റെ പുറകെ കൂടുന്നു. കോടതിയിലെത്തിയിട്ട് ഈ തന്തനെയും തള്ളനെയും എനിക്കറിയില്ലെന്ന് വളരെ അമാന്യമായ രീതിയിൽ ആ മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയം തകർത്തുകൊണ്ട് നീ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരാഴ്ച മുമ്പ് മാത്രം പരിചയപ്പെട്ടവൻ എന്തോ ഒരു കെയറിങ്ങാന്ന് തെറ്റിദ്ധരിക്കുകയാണ്, ഇടക്കിടക്ക് പൂവിട്ടെടുത്തിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരം മാത്രമാണ് അവർക്ക് ആവശ്യം. ശരീരം മാത്രമാണ് അവർക്ക് ആവശ്യം. പ്രത്യേകിച്ച് ഭർത്തൃമതികളുടെ പിറകെ കൂടുന്നവർ ശരീരം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. എന്റെ അഭിപ്രായമൊന്നുമല്ല, കേരളത്തിലെ പ്രസിദ്ധരായ സൈക്കാട്രിസ്റ്റുകളെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളൊക്കെ ഞാൻ തൽക്കാലം മാറ്റിവെക്കാം. ഏറ്റവും പുതിയൊരു പുസ്തകം ഞാൻ പറയാം, ദൈവത്തിന്റെ ചാരന്മാർ. പുസ്തകത്തിന്റെ പേരതാണ് ദൈവത്തിന്റെ ചാരന്മാർ. അതിലൊരു അധ്യായത്തിൽ മുഴുവനായിട്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്, പ്രണയിച്ചു പിറകെ നടക്കുന്ന ആണുങ്ങളിൽ 99.4% താല്പര്യം ആ സ്ത്രീയുടെ ശരീരം മാത്രമാണ്. എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കണം, എന്നിട്ട് ഇറക്കി കൊണ്ടുപോകണം, ആവോളം ഉപയോഗപ്പെടുത്തണം, അവസാനം കൊന്നുകളയണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകണം. ഫോട്ടോ എടുത്തു വെക്കണം, വീഡിയോ എടുത്തു വെക്കണം, അത് കാട്ടി ഭീഷണിപ്പെടുത്തി ഇടക്കിടക്കിടക്കിടക്ക് അവന്റെ കാര്യം സാധിക്കണം. എത്ര സ്ത്രീകൾ ആത്മഹത്യയിലേക്ക് എത്തുന്നു? തിരിച്ചറിയുമ്പോഴേക്കും വല്ലാതെ വൈകിയിട്ടുണ്ടാവും, മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭർത്താവിന് വല്ലാത്ത സങ്കടം കാരണം ചിലപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കായിരുന്നു ആ മനുഷ്യൻ. എപ്പോഴും ശൃംഗരിക്കാൻ ഒഴിവിട്ടില്ല. 18 മണിക്കൂർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാണ് ഗൾഫിൽ. ഫോൺ എടുത്താൽ മാനേജർ പിടിക്കും, അത് നോക്കാൻ ആളുണ്ടാവും. ഇടക്കിടക്ക് നിങ്ങൾക്ക് മെസ്സേജ് വിടാൻ കഴിയില്ല. നേരെ മറിച്ച് വേറെ പണിയൊന്നുമില്ലാതെ നിങ്ങളെ കാമിച്ച് ശരീരം മോഹിച്ച് നടക്കുന്ന നിങ്ങളുടെ അയൽവാസി അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരൻ, അവന് വേറെ വർക്കൊന്നും ഉണ്ടാവില്ല, പിറകെ നടന്നുകൊണ്ടേയിരിക്കും. തെറ്റിദ്ധരിച്ചു പോകരുത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അഴിഞ്ഞാടല എന്നാണ് പുതിയ കാലത്ത് പലരും പറയുന്നത്. അതിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ കയറ്റും. എന്താണെന്നറിയുന്നത്? അതിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടി ചേർന്നിട്ട് തല കൊത്തിപ്പറിക്കും. സ്ത്രീകൾ അത്യാവശ്യത്തിനെ പുറത്തിറങ്ങാവൂ.
പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്യം. പെണ്ണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശൈത്താൻ പിറകെ കൂടും എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാനുള്ള ഒരു ട്രെൻഡ് വരുന്നത്? അതാണ് അവർക്ക് കംഫർട്ടായ വസ്ത്രം എന്നാണ് ചിലരൊക്കെ ന്യായീകരിക്കൽ. ഒരിക്കലുമല്ല. എന്തുകൊണ്ടത് പുരുഷന് കംഫർട്ട് ആവുന്നില്ല? കൈയില്ലാത്ത ഡ്രസ്സ് പുതിയ കാലത്ത് പെണ്ണുങ്ങൾക്ക് വലിയ ട്രെൻഡാണ്. കഷ്ടിച്ച് അരവരെ ഇങ്ങോട്ട് എത്താവൂ. കുറെ ഭാഗം വയറിന്റെയും പൃഷ്ഠഭാഗത്തിന്റെയും പുറത്ത് കണ്ടുകൊണ്ടിരിക്കണം. ചെറിയ നിക്കറ ഇടാവൂ, അത് തന്നെ പൂച്ച മാന്തിയതുപോലെ കീറിപ്പറിച്ചിരിക്കണം. അപ്പോഴേ ആ സ്വതന്ത്രമായി അവർക്ക് തോന്നുള്ളൂ. എന്തുകൊണ്ടാണ് ശരീരം പ്രകടിപ്പിക്കണമെന്ന് സ്ത്രീകൾക്ക് തോന്നുന്നത്? മനഃശാസ്ത്രപരമായ ചില നിഗമനങ്ങളുണ്ട്. പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയാണെന്ന്. പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. മായിലാത്തുൻ മുമീലാത്തുൻ, ആടിക്കുഴയുന്നവർ, പുരുഷനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നവർ. വസ്ത്രം ധരിച്ചിട്ടുണ്ട് അല്പഭാഗം, കുറെ ഭാഗം തുറന്നിട്ടിരിക്കുന്നു. ഈ ഒരു ആകർഷണം കൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ ചിലപ്പോൾ നമ്പർ കൈമാറിയെന്ന് വരും. ഷോപ്പിംഗ് സെന്ററിൽ പോയിട്ട് തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ സെയിൽസ്മാൻ ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ നിന്റെ മഹറമല്ല, ആങ്ങളയല്ല, പിതാവല്ല, നിന്റെ മോനല്ല, കൊഞ്ചിക്കൊഴിയുന്നതിന് പരിധിയുണ്ട്. മക്കളെപ്പോലും കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. 10 വയസ്സിന്റെ ഒക്കെ മുന്നേ വെച്ച് ആൺകുട്ടിയെ ഉമ്മയുടെ പരിസരത്തിൽ നിന്ന് ഉറക്കത്തിൽ മാറ്റിക്കിടത്തണം, വേറെ റൂമിലാക്കണം. വാപ്പയുടെ അടുത്ത് 8-9 വയസ്സായ പെൺകുട്ടിയെ ഒരിക്കൽ പോലും കിടത്താൻ പാടില്ല. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരു റൂമിൽ കിടത്തി ഉറക്കാൻ പാടേയില്ല. പരിശുദ്ധ ഇസ്ലാം അതൊക്കെ കർശനമായി നമ്മളെ പഠിപ്പിച്ചതാണ്. 14 വയസ്സുകാരനാകുന്ന മകനെ കൊണ്ട് ഗർഭിണിയായ ഒരു മാതാവ് ജീവിക്കുന്ന സ്ഥലത്താണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാനത് വിസ്തരിക്കണില്ല. ചിലപ്പോ അത് പലരുടെയും അടുത്തേക്ക് എത്തിപ്പോകും. എങ്ങനെ സംഭവിക്കുന്നു ഇത്? സിനിമ കണ്ട് തരിച്ചിരിക്കുന്ന മകന് രാത്രി ഉറക്കുണർന്നാൽ അവന്റെ കയ്യിൽ മൊബൈലുണ്ട്, നെറ്റ് സൗജന്യമായുണ്ട്, വീട്ടിൽ തന്നെ വൈഫൈ ഉണ്ട്, ഉമ്മാക്ക് ഗെയിം കളിക്കാൻ, വാപ്പനോട് എപ്പോഴും സംസാരിക്കാൻ. ആ സാധനം കയ്യിലെടുത്ത് അവൻ ഏത് ലോകത്തേക്ക് സഞ്ചരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. അതിനിടക്ക് അവന് ലൈംഗികമായ മോഹങ്ങൾ ഉദിക്കുന്നു, താല്പര്യം ഉദിക്കുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവൻ അതിൽ പ്രചോദിതനാകുന്നു. അടുത്ത് കിടക്കുന്നത് പെങ്ങളാണെന്ന ബോധത്തിൽ നിന്ന് അവൻ മാറുന്നു. സ്വന്തം മാതാവാണെന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയുമായി സമീപിക്കാൻ പാടില്ലാത്തവരാണെന്ന കൃത്യമായ ചിന്തയിൽ നിന്ന് അവനെ ഇത് വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നെ സംഭവിക്കുന്ന അനർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്ങനെ മനുഷ്യ ശരീരത്തെ ഉപയോഗപ്പെടുത്തും? മദ്യത്തിന് വിടാൻ പറ്റുമോ? മയക്കുമരുന്നിന് വിടാൻ പറ്റുമോ? നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണാക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ലെന്ന് മതം പറയുന്നു. പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം വേണം. പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരാശയം വേണം. എങ്ങനെയെങ്കിലും വൃത്തികെട്ട ഡ്രസ്സ് ധരിക്കുക, ഡ്രസ്സിലൊക്കെ വൃത്തികേട് മൊത്തം എഴുതി വെച്ചിരിക്കുക. പലപ്പോഴും പള്ളിയിൽ വരും, പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ടീഷർട്ടിൽ ചെഗുവേര കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണകായ ഫോട്ടോ വരിക. പെൺകുട്ടികൾ ടീഷർട്ട് മാത്രം ധരിച്ച് പുറത്തിറങ്ങുക. അവരുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥാനത്തിനു മുകളിൽ വെർജിനിറ്റി ഈസ് നോട്ട് എബിലിറ്റി, കന്യകത്വം ഒരു യോഗ്യതയല്ല എന്ന് ഉറക്കെ എഴുതി വെച്ച് എങ്ങോട്ടാ തലമുറ കറങ്ങി തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? എഴുന്നേറ്റ് നിന്ന് കണ്ണു തുറക്കണമെങ്കിൽ MDMA അകത്ത് കയറണം. പലർക്കും 24 മണിക്കൂറിനിടയ്ക്ക് കൃത്യമായ സമയത്തും കൃത്യമായ കണക്കിന് അത് കിട്ടിയില്ലെങ്കിൽ അവർ വയലന്റ് ആകും. തല ചുമരിലിടിക്കും, കമ്പിക്കിടിക്കും. ബ്ലീഡിങ് വരുന്നത് നക്കിക്കുടിച്ചെങ്കിലും ഇത്തിരി നേരം അവർ MDMA ആസ്വദിക്കും. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അവന്റെ വാപ്പയുടെ അനുജൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു MDMA കാര്യം പറഞ്ഞു. എല്ലാ ദിവസവും അത് കിട്ടാതെ അവന് കഴിയില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പരിഹാരം ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മരുന്ന് കൊടുത്താൽ പോലും രക്ഷപ്പെടാൻ വലിയ പാടാണ്. നല്ല ഫോളോ അപ്പ് വേണം. അപ്പൊ ഇവിടെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചു. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നാ ചെറുപ്പക്കാരൻ പിന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്നെ വിളിച്ചു ആ ചെറുപ്പക്കാരൻ. ഞങ്ങൾ അവനെ വീട്ടിൽ വിടൽ നിർത്തി. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഒരു കുഴപ്പമല്ലോ, വീട്ടിൽ വളരെ സൈലന്റ് ആണ്. ഇനിയൊന്ന് നിങ്ങൾ ഇടപെട്ടാലോ നന്നായി കിട്ടും.
ഞാൻ പറഞ്ഞു, അവൻ പണ്ട് നിങ്ങൾ പറയണത് പോലെ 24 മണിക്കൂറാകുമ്പോഴേക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആവുമായിരുന്നോ? കൃത്യമായിട്ടും. അതോനിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നോണ്ടാ. ഇപ്പൊ ഞങ്ങള് തടഞ്ഞു വെച്ചപ്പോ ഓൻ ആ പ്രശ്നമേ അല്ല ഇയാളിനോട് പറയാണ്. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഓൻ ഇപ്പോഴും കൃത്യമായി അത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓൻ അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ മുറിച്ചു പറഞ്ഞു, അവന് കൃത്യമായി സാധനം കിട്ടുന്നുണ്ട്, ഓൻ വീട്ടിൽ നിന്നാണ് ഇപ്പൊ അത് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഒരു സാധ്യതയില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൂട്ടുകാരൊക്കെ കാണാൻ വരാറുണ്ടോ? അവരിടക്കൊക്കെ വരാറുണ്ട്. ഇനി വേറെ സാധ്യത ഒന്നും കാണണമെന്നില്ല. പിന്നെ ഞങ്ങൾ ആ ചർച്ചയൊക്കെ നിർത്തി. ഇപ്പൊ മിനിഞ്ഞാന്ന് അദ്ദേഹം എന്നെ ഗൾഫിൽ നിന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറയണ, ഉസ്താദെ, അന്ന് നിങ്ങൾ പറഞ്ഞ വിശ്വാസം വന്നില്ല, ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമായി. ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി, നല്ല പണമൊക്കെ കിട്ടി, നന്നായതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. സംഭവിച്ചത് എന്താണ്? കമ്പനിക്ക് പോകാതെയായി, വെറും കമന്ന് കടന്നുറക്കായി. കമ്പനിക്കാർക്ക് കാര്യം മനസ്സിലായി, അവൻ MDMA അഡിക്റ്റ് ആണ്. അവർ ഞങ്ങളെ വിളിച്ചു, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു, അല്ലെ പോലീസ് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം എങ്ങനെ തുലക്കാനുള്ളതാണ്? എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആലോചിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാമ്പ് ഒട്ടിച്ച് കോളേജിൽ നിന്ന് വന്നിട്ട് ഉമ്മ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അന്തം വിട്ടിങ്ങനെ ഇരുന്ന് ഉമ്മ അടുത്തൊക്കെ വന്ന് ശബ്ദം ഉണ്ടാക്കി വിളിക്കുമ്പോൾ ഞെട്ടിച്ചാടാൻ നമ്മുടെ ജീവിതം എന്താ? വളരെ സിമ്പിളായിട്ട് തീർക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് ഉണർത്താനുള്ളത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. അതിനെ സംസ്കരിക്കാൻ കഴിയണം. അത് സംസ്കരിക്കാനുള്ള രീതിശാസ്ത്രമാണ് ഖുർആൻ, അതിന്റെ വിശദീകരണമാണ് ഹദീസുകൾ, അതിന്റെ പ്രായോഗിക രൂപമാണ് പരിശുദ്ധ ഇസ്ലാം. ഇത്തിരിയൊക്കെ പ്രയാസം ഉണ്ടാവും ചിലപ്പോ ദീനിലൂടെ മുന്നോട്ട് പോവാൻ. നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ പ്രയാസാണ്, ഇടിച്ചു കയറ്റാൻ എളുപ്പമുണ്ടാകും. എല്ലാ നിയന്ത്രണവും ഭേദിച്ചുകൊണ്ട് ബൈക്കിൽ ഒരു കാല് കുത്തി മറ്റേ കാലം ഇങ്ങനെ പരത്തി വെച്ച് ഓടിക്കാൻ രസം തോന്നും. പക്ഷെ ആത്യന്തികമായി അത് പരാജയം. നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിജയത്തിലേക്ക് എത്താൻ. നമ്മുടെ മക്കളെ നമ്മൾ നിയന്ത്രിക്കണം. മക്കൾക്ക് വേണ്ട ദീനീ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിച്ചു. അവരുടെ വേഷവിധാനങ്ങളിൽ നമ്മൾ ഇടപെടണം. അവരുടെ കൂട്ടുകാരാരാണെന്ന് കൃത്യമായി നമ്മൾ പഠിച്ചെടുക്കണം. അവരുടെ കൂട്ടുകാരിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് അവരെയും കൂട്ടുകാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ പ്രത്യേകം അതിന് സന്നദ്ധ പ്രവർത്തകരുണ്ടാകും. നമ്മുടെ മഹല്ലിന്റെയും പരിസരത്തിൽ നിന്ന് ഇത്തരം മാരകമായ മനുഷ്യക്കൊല്ലികളാകുന്ന വൃത്തികേടുകളെ ദൂരേക്ക് വലിച്ചെറിയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വന്നാൽ ഈ നാട് ഇനിയും സുന്ദരമായി പോകും. അല്ലെങ്കിൽ ഇപ്പോഴുള്ളതുപോലെ മയക്കുമരുന്നുകളുടെയും മറ്റും ഉപയോഗം വർദ്ധിച്ചു വന്നാൽ നമ്മുടെ മക്കൾക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടും. പേപ്പട്ടികളെ പോലെയായി മാറും. ഈ മയക്കുമരുന്നിന്റെ 3ാമത്തെ സ്റ്റേജിലൊക്കെ ഭയങ്കരമായ ധൈര്യം വരികയാണ് ചെയ്യുക. ആ ധൈര്യത്തിൽ എന്തും അവർ പ്രവർത്തിക്കും, എന്തും പ്രവർത്തിക്കും. ഉമ്മനെ അടുത്ത വീട്ടിൽ നിന്ന് കത്തി മേടിച്ചു കൊണ്ടുവന്ന അറുത്ത് തലയും ബോഡിയും രണ്ടാക്കാൻ ഒരു മകന് സാധിക്കുമെങ്കിൽ അയൽപക്കത്തുള്ള കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും സമ്മതിക്കാതിരിക്കുമ്പോ മുക്കിക്കൊല്ലാനും ഒരാൾക്കും മടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. സ്വന്തം മനുഷ്യനെ 20ലേറെ പ്രാവശ്യം ഹാമർ കൊണ്ടടിച്ച് കൊന്നുകളയാൻ ഒരുത്തന് സാധിക്കുന്നുവെങ്കിൽ അയൽവാസി പെണ്ണിനെ കൊണ്ടുപോയിട്ട് കൊല്ലാനോ റേപ്പ് ചെയ്യാനോ അവന് യാതൊരു മടിയുണ്ടാവില്ല. ആ സാഹചര്യം വരുന്നതിന്റെ മുമ്പ് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ഹുദീങ്ങളുടെ മാസമാണ് ശവ്വാൽ. ഇൻഷാ അല്ലാഹ് ഈ വലിയ മഹാന്റെ മുന്നിൽ വെച്ച് അവരെ കുറിച്ച് 2 വാക്ക് പറയാതിരുന്നാൽ ഈ മാസത്തിൽ നമ്മൾ പ്രസംഗിച്ചു പോയിട്ട് അതൊരു അദബ് കേടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്.